ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നതിനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനങ്ങളെ അറിയിക്കട്ടെ. വീണ്ടും അതുപോലെ നമുക്ക് ഇന്ന് രാത്രിയിലും ദൈവത്തിൻ്റെ വരം പഠിക്കുവാനായിട്ട് ഒരവസരം കർത്താവ് തന്നല്ലോ. അതിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിലെ നമ്മുടെ പഠനത്തിനായിട്ട് നമുക്ക് 1 പത്രോസ് 5-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 7 വരെയുള്ള ഭാഗമാണ് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഓരോ വാക്യങ്ങളോട്ട് പോയി നമുക്ക് ചില ആത്മീയ ചിന്തകളെ പഠിക്കുവാൻ തൊക്കുന്ന കർത്താവ് സഹായിക്കട്ടെ. യഥാർത്ഥത്തിൽ ഇന്നുകൊണ്ട് ഈ 1 പത്രോസിൻ്റെ ലേഖനം പഠനം അവസാനിപ്പിക്കാം എന്നാണ് ഞാൻ ചിന്തിച്ചിരുന്നത്. എന്നാൽ വിഷയങ്ങളെല്ലാം തയ്യാറാക്കി വന്നപ്പോൾ ഇന്നുകൊണ്ട് തീരത്തില്ല. അതുകൊണ്ട് അടുത്ത ഒരാഴ്ചയുടെ അടുത്ത് ഈ പഠനം, ഈ പുസ്തകം അവസാനിപ്പിക്കാം എന്നാണ് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. 1 പത്രോസ് 5-ാം അധ്യായം 1-ാമത്തെ വാക്യം. നിങ്ങളിലുള്ള മൂപ്പന്മാരെ ഒരു കൂട്ടുമൂപ്പനും ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവത്തിന് സാക്ഷിയും വെളിപ്പെടുവാനുള്ള തേജസ്സിന് കൂട്ടാളിയുമായ ഞാൻ പ്രബോധിപ്പിക്കുന്നത്. ഈ അവസാന അധ്യായത്തിലൂടെ നാം കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് വിശ്വാസ സമൂഹം ഒരു പീഡനത്തിൽ കൂടെ കടന്നു പോകുമ്പോഴും കഷ്ടങ്ങളിൽ കൂടി കടന്നു പോകുമ്പോഴും സഭയിൽ നേതൃസ്ഥാനത്ത് നിൽക്കുന്നവരുടെ ഉത്തരവാദിത്തങ്ങൾ എപ്രകാരമായിരിക്കണമെന്ന് പത്രോസ് കൂടി ഓർപ്പിക്കുക. ഇവിടെ മൂപ്പന്മാരെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങളുടെ ആടുകളെ പാലിക്കണം എന്ന് ഓർപ്പിക്കുന്നു. കൂടാതെ യൗവനക്കാർ മൂപ്പന്മാർക്ക് കീഴടങ്ങിയിരിക്കണം, അവരെ ബഹുമാനിക്കണം എന്ന് ഓർപ്പിക്കുന്നു. അതുമാത്രമല്ല, എല്ലാ വിശ്വാസികളും വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായിരിക്കണമെന്ന് ഈ അധ്യായത്തിൽ പത്രോസ് പഠിപ്പിക്കുകയാണ്. അങ്ങനെ ബഹുമാനിക്കുന്ന വിഷയങ്ങളാണ് ഈ 5-ാം അധ്യായത്തിൽ പത്രോസ് പറയുന്നത്. പത്രോസ് ആരംഭിക്കുന്നത് മൂപ്പന്മാരെ എന്ന് വിളിച്ചുകൊണ്ട് ആരംഭിക്കുകയാണ്. മൂപ്പന്മാരെ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് ഇവിടെ ആരംഭിക്കുകയാണ്. മൂപ്പന്മാരെന്ന് പറയുമ്പോൾ സഭയിൽ ഉള്ളതും സഭ അംഗീകരിച്ചുമായിട്ടുള്ള ദൈവം തിരഞ്ഞെടുത്തായിരിക്കുന്ന മൂപ്പന്മാരെ പറ്റിയാണ് പത്രോസ് പറയുന്നത്. കൂടാതെ പത്രോസ് പറയുന്നത് വേറൊരു പദപ്രയോഗങ്ങളുണ്ട്, കൂട്ടുമൂപ്പൻ എന്ന് പറയുന്നുണ്ട്. ആ കൂട്ടുമൂപ്പൻ എന്ന് പറയുന്നത് പത്രോസ് തന്നെയാണ്. ഇപ്പോൾ സഭയിൽ ദൈവം ആക്കി വച്ചിരിക്കുന്ന ഇടയന്മാർ, അധ്യക്ഷന്മാർ, അപ്പോൾ തന്നെ പത്രോസ് ഒരു കൂട്ടുമൂപ്പനായിട്ട് ഇവിടെ പറയുകയാണ്. ഇപ്പോൾ പദവിയുണ്ട്, സ്ഥാനം അലങ്കരിക്കുന്ന സഭാ മൂപ്പന്മാർക്ക് ആദ്യമായി എഴുതുകയാണ്. ഇത് എഴുതുന്ന പത്രോസാണ്. അപ്പോൾ നാം ഈ പശ്ചാത്തലം ചിന്തിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളുടെ ദൃക്സാക്ഷിയായിരുന്നു പത്രോസ് എന്ന് പറയും. കർത്താവ് അനുഭവിച്ചായിരിക്കുന്ന എല്ലാം കണ്ടവനായിരുന്നു പത്രോസ്. മാത്രമല്ല, യേശുവുമായിട്ട് നേരിട്ട് സഹകരിച്ച വ്യക്തിയായിരുന്നു പത്രോസ്. മറുരൂപമലയിൽ വെച്ച് യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയും യേശുക്രിസ്തുവിൻ്റെ മഹത്വവും കണ്ടവനായിരുന്നു പത്രോസ്. എന്നാൽ ഇവിടെ നാം ചിന്തിച്ചു വരുമ്പോൾ ഒരിക്കലും പത്രോസ് അപ്പോസ്തലൻ ഒരു സഭകളുടെ അല്ലെങ്കിൽ വിധങ്ങളായിരിക്കുന്ന സഭകളുടെ ഒരു പരമ അധ്യക്ഷനായിട്ട് ഒരിക്കലും പത്രോസ് അവകാശം ഉന്നയിച്ചിട്ടില്ല. മറിച്ചിവിടെ പറയുന്നത് എങ്ങനെയാണ്? ഞാനൊരു കൂട്ടുമൂപ്പൻ എന്ന് മാത്രമാണ് പറയുന്നത്. മൂപ്പന്മാർ സഭയിലുണ്ട്, എന്നാൽ ഞാനൊരു കൂട്ടു സഹോദരൻ അല്ലെങ്കിൽ കൂട്ടുമൂപ്പൻ എന്നാണ് പറയുന്നത്. നമുക്ക് അതിന് പഠിച്ചു വരുമ്പോൾ കാണുവാൻ കഴിയുന്നത് എല്ലാ അപ്പോസ്തലന്മാരും മൂപ്പന്മാരായിരുന്നു. എന്നാൽ എല്ലാ മൂപ്പന്മാരും അധ്യക്ഷന്മാർ ആയിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. സാക്ഷ്യമുള്ള ഒരു ജീവിതവും പക്വത എത്തിയവരും വെളിയും തിരഞ്ഞെടുപ്പും ഉള്ളവരും പരിശുദ്ധാത്മ നിയോഗമുള്ളവരും
സഭയുടെ നേതൃസ്ഥാനം വഹിക്കുവാനായിട്ട് ഉൾപ്രേരണ ഉള്ളവരുമാണ് മൂപ്പന്മാർ എന്ന് പറയും. എല്ലാവർക്കും അത് പറ്റുന്ന വിഷയമല്ല. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന, ദൈവത്തിന് നിയോഗം പ്രാപിച്ചിട്ടുള്ള നല്ല സാക്ഷ്യമുള്ളവരെയാണ് മൂപ്പന്മാരെന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. ഇങ്ങനെയുള്ളവരാണ് മൂപ്പന്മാർ അഥവാ അധ്യക്ഷ സ്ഥാനത്തേക്ക്, എൽഡർഷിപ്പിലേക്ക് കടന്നു വരുന്നു. അവരുടെ യോഗ്യതകളെപ്പറ്റി, മൂപ്പന്മാരുടെ യോഗ്യതകളെപ്പറ്റി വളരെ വിസ്താരമായിട്ട് പൗലോസ് പറയുന്നുണ്ട്. 1 തിമോഥെയോസ് 3:1 മുതൽ 7 വരെയുള്ള ഭാഗത്തും തീത്തോസിൻ്റെ ലേഖനം 1 അധ്യായത്തിൻ്റെ 6 മുതൽ 9 വരെയുള്ള ഭാഗത്തുമാണ് വളരെ ഡീറ്റെയിൽ ആയിട്ട് മൂപ്പന്മാരുടെ യോഗ്യതകൾ എന്തൊക്കെയാണ് എന്ന് അവിടെ പൗലോസ് പറയുന്നുണ്ട്. ആദ്യത്തെ 1 തിമോഥെയോസ് 3:1 മുതൽ 7 വരെയുള്ള ഭാഗത്ത് 13 യോഗ്യതകളും തീത്തോസിൻ്റെ ലേഖനത്തിൽ 17 യോഗ്യതകളും അവിടെ വളരെ വിസ്താരമായിട്ട് പറയുന്നുണ്ട്. അത് ഓരോന്നെടുത്ത് പഠിക്കാൻ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ആ ഭാഗങ്ങളിലോട്ട് പോകുന്നില്ല. മറിച്ച് ഇത്രയും യോഗ്യതകളുണ്ട് എന്ന് ഞാനൊന്ന് ഓർപ്പിച്ചു വിടുകയാണ് ചെയ്യുന്നത്. എന്നാൽ പുതിയ നിയമത്തിലൂടെ നാം കടന്നു വരുമ്പോൾ, പുതിയ നിയമത്തിലെ എൽഡർഷിപ്പ് മൂപ്പന്മാരെ പറ്റി പഠിച്ചു വരുമ്പോൾ അതെല്ലാം ഉപയോഗിച്ചിരിക്കുന്ന ബഹുവചന രൂപത്തിലാണ്. ഏകവചന രൂപത്തിൽ ഉപയോഗിച്ചിട്ടില്ല, അതെല്ലാം ബഹുവചന രൂപത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പഴയ നിയമത്തിൽ നിരവധി മൂപ്പന്മാരുണ്ടായിരുന്നു. എന്നാൽ ഒരു സ്ഥലസഭയെപ്പറ്റി നാം പഠിച്ചു വരുമ്പോൾ ഒരു സ്ഥലസഭയ്ക്ക് ഒന്നിലധികം അധ്യക്ഷന്മാർ അല്ലെങ്കിൽ മൂപ്പന്മാർ, ഇടയന്മാർ ഉള്ളതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ സഭകൾക്കെല്ലാമായിട്ട് ഒരു മൂപ്പനുള്ളതായിട്ട് നമുക്ക് കാണുവാനും കഴിയുന്നു. നമ്മൾ പ്രവൃത്തികളുടെ പുസ്തകം 12 അധ്യായം 30 വാക്യം, 15 അധ്യായത്തിൻ്റെ 2-4 വാക്യങ്ങൾ, 14 അധ്യായം 23 വാക്യം, 20 അധ്യായം 17-18 വാക്യങ്ങൾ, ഫിലിപ്പിയ ലേഖനം 1:12, 1 തിമോഥെയോസ് 3:1 മുതൽ 7 വരെ, 5 അധ്യായത്തിൻ്റെ 17 വാക്യം, തീത്തോസ് 1:6 മുതൽ 9 വരെ, യാക്കോബിൻ്റെ ലേഖനം 5:14. ഇത്രയും വേദഭാഗങ്ങളിൽ എല്ലാം ബഹുവചന രൂപത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് കാണാൻ കഴിയുകയാണ്. അപ്പോൾ ആദിമസഭയിൽ പുതിയ നിയമം എഴുതപ്പെടുന്നതിന് മുൻപ് അപ്പോസ്തലന്മാർ നമുക്ക് കാണാൻ കഴിയുന്നത് പട്ടണം തോറും മൂപ്പന്മാരെ ആക്കി വച്ചിരുന്നു എന്ന് കാണാൻ കഴിയുന്നു. അവരെല്ലാം മിഷണറി യാത്രയിൽ, പൗലോസ് അപ്പോസ്തലൻ മിഷണറി യാത്രയിൽ പലയിടത്തായി യാത്ര ചെയ്യുന്നുണ്ട്. പൗലോസ് പലയിടത്ത് താമസിച്ച് പ്രവർത്തിക്കുന്നു. പട്ടണം തോറും അധ്യക്ഷന്മാരെ, മൂപ്പന്മാരെ ആക്കി വച്ചിരിക്കുന്നു. അധ്യക്ഷനെ അല്ല, അധ്യക്ഷന്മാരെ ആക്കി വച്ചിരിക്കുന്നു എന്ന് കാണാൻ കഴിയുന്നുണ്ട്. അപ്പം പുതിയ നിയമത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ 3 പ്രത്യേക പദങ്ങൾ മൂപ്പന്മാർക്ക് അഥവാ അധ്യക്ഷന്മാർക്ക് മാറി മാറി യോജിച്ചിട്ടുണ്ട്. ഒന്നാമതായിട്ട് പ്രിസ്പിറ്ററോസ്, അതിൻ്റെ അർത്ഥം എൽഡർ എന്നാണ്, എൽഡേഴ്സ് എന്നാണ്. പ്രിസ്പിറ്ററോസ് എന്ന് പറഞ്ഞാൽ എൽഡേഴ്സ് എന്നാണ്. രണ്ടാമത്തത് എപ്പിസ്കോപ്പോസ്, എപ്പിസ്കോപ്പോസ് എന്ന് പറയുന്നത് ബിഷപ്പ് അല്ലെങ്കിൽ ഓവർസിയർ. മൂന്നാമത്തെ പോയിമെൻ, അതിന് പാസ്റ്റർ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഇത് 3 ഒന്ന് തന്നെയാണ്. അതായത് വൺ ആൻഡ് സെയിം. 3 പദങ്ങൾ, 3 വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയും ഇവരെല്ലാവരും ഒന്ന് തന്നെയാണ് എന്നാണ് നമുക്ക് തിരുവെഴുത്ത് പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. ഒരു 3 കൂട്ടരല്ല, അവരെല്ലാവരും ഒരു ഗ്രൂപ്പ് തന്നെ. ഓരോ വ്യത്യസ്തമായ പേരുകളിൽ ഇങ്ങനെ പൗലോസ് അപ്പോസ്തലൻ ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ എൽഡർ, മൂപ്പനെ പറ്റി പഠിക്കുമ്പോൾ അത് സ്പിരിച്വൽ മെച്യൂരിറ്റിയെ പറ്റിയാണ് പറയുന്നത്. ആത്മീയ പക്വത എത്തിയായിരിക്കുന്ന ഒരു വ്യക്തിയാണ് എൽഡർ എന്ന് പറയുന്നത്. ബിഷപ്പിനെ പറ്റി പറയുമ്പോൾ ജനറലാണ്, അതായത് ഗാർഡിയൻഷിപ്പ്, രക്ഷകർത്താവ് എന്നൊക്കെ പറയുന്ന പോലെ ഗാർഡിയനായിട്ട് ബിഷപ്പിനെ കാണുവാൻ കഴിയുന്നുണ്ട്. പാസ്റ്റർ എന്ന് പറയുമ്പോൾ അതൊരു ഷെപ്പേർഡ്, ഫീഡിങ് ആൻഡ് ടീച്ചിങ്, വിശ്വാസികളെ, ആടുകളെ തീറ്റിപ്പോറ്റുകയും അവരെ നടത്തുകയും ചെയ്യുക. അപ്പോൾ ഇത് 3 ഒരു വ്യക്തി ചെയ്യേണ്ടതായിരിക്കുന്ന കടമകളാണ്. അത് പാസ്റ്ററിനെ വിളിച്ചാലും എൽഡറെന്ന് വിളിച്ചാലും ബിഷപ്പെന്ന് വിളിച്ചാലും ഇവർ ഒരു വ്യക്തിയാണ്. അവർ 3 പേരും ചെയ്യേണ്ട ശുശ്രൂഷയാണ്. അവർ ആത്മീയ പക്വതയുള്ളവരായിരിക്കണം. ആത്മീയ നിലവാരത്തിൽ വിശ്വാസികളെ നയിക്കുന്നവരായിരിക്കണം. 2, ഒരു രക്ഷകർത്താവ് എങ്ങനെ
മക്കളെ സംരക്ഷിക്കുന്നുവോ അതേ നിലവാരത്തിൽ സൂക്ഷിക്കുന്നവരായിരിക്കണം. അപ്പോൾ തന്നെ വിശ്വാസികളെ വചനത്താൽ അവരെ പോഷിപ്പിക്കുന്നവരും നയിക്കുന്നവരും ആയിരിക്കണമെന്നാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്. അപ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഒന്നിലധികം മുപ്പന്മാരെ പൗലോസ് ആക്കി വച്ചിരുന്നു കാണുവാൻ കഴിയുന്നുണ്ട്. പുതിയ സഭ എല്ലാം പഠിക്കുമ്പോൾ ഒന്നിലധികം മുപ്പന്മാർ സഭയിൽ ഉണ്ടായിരുന്നു. ഈ ഒന്നിലധികം അധ്യക്ഷന്മാർ സഭയിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? പ്രത്യേകതകളുണ്ട്. ഒന്ന്, ദൈവം എല്ലാ കൃപാവരങ്ങളിലും ഒരാൾക്ക് മാത്രമായി കൊടുക്കുകയില്ല. ഓരോ വ്യക്തികൾക്കും വ്യത്യസ്തമായിരിക്കുന്ന കൃപാവരങ്ങളാണ് ദൈവം കൊടുക്കുന്നത്. അപ്പോൾ പലവിധമായിരിക്കുന്ന ബഹുവിധമായിരിക്കുന്ന അതായത് മുപ്പന്മാർ പലര് സഭയിൽ ഉള്ളപ്പോൾ ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കുന്ന കൃപാവരങ്ങളാണ് നൽകിയിരിക്കുന്നത്. ഇവരെല്ലാവരും ദൈവം കൊടുത്തിരിക്കുന്ന കൃപാവരങ്ങൾ സഭയിൽ ഉപയോഗിക്കണം. ഈ സഭയിൽ ഈ കൃപാവരങ്ങൾ ഉപയോഗിക്കുമ്പോൾ സഭ മൊത്തത്തിലാണ് അനുഗ്രഹിക്കപ്പെടുവാനായിട്ടായിത്തീരുന്നത്. കേവലം ഒരു വ്യക്തി മാത്രമല്ല, മറിച്ച് ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന ശുശ്രൂഷയ്ക്കായി വേർതിരിക്കപ്പെട്ടവരുടെ അതേ ആത്മീയ ഗുണങ്ങൾ അഥവാ കൃപാവരങ്ങൾ പൊതു നന്മയ്ക്ക് വേണ്ടി എല്ലാവരും ഉപയോഗിക്കുമ്പോൾ ആ സഭ അനുഗ്രഹിക്കപ്പെട്ട സഭയായിത്തീരും. അതുകൊണ്ട് ബഹുവചനത്തിൽ ഉപയോഗിക്കുമ്പോൾ ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കുന്ന കൃപാവരങ്ങളാൽ ദൈവം അനുഗ്രഹിച്ചിരിക്കുകയാണ്. രണ്ടാമത്തെ പ്രയോജനം എന്ന് പറയുന്നത്, തെറ്റായ രീതിയിൽ വചനം വ്യാഖ്യാനിക്കുന്നതും പഠിപ്പിക്കുന്നതും ദുരുപദേശങ്ങൾ സഭകളിൽ നുഴഞ്ഞ് കയറുന്നതിന് തടയിടുവാനും പറ്റും. ഒരാളെ മാത്രമേ ഉള്ളെങ്കിൽ അത്രയും റെസിസ്റ്റ് ചെയ്യുവാനായിട്ട് പറ്റുകയില്ല. എന്നാൽ ഒന്നിലധികം പേരുണ്ടെങ്കിൽ സഭയ്ക്കകത്ത് ദുരുപദേശങ്ങൾ കടന്നു വരുന്നതിൽ എല്ലാവരും ശ്രദ്ധാലുക്കളായിരിക്കും. എല്ലാവരും പരസ്പരം കോർഡിനേറ്റ് ചെയ്യുവാൻ തക്കവണ്ണം അവർക്ക് ഇടയായിത്തീരും എന്നുള്ളത് വ്യക്തമാണ്. മാത്രമല്ല, യോഗ്യമല്ലാത്ത അനാവശ്യമായ രീതിയിൽ ദൈവത്തിൻ്റെ വചനം വ്യാഖ്യാനിക്കുന്നതും തടയിടുവാനും നമുക്ക് കഴിയും എന്നുള്ളതാണ്. മൂന്നാമത്തെ പ്രത്യേകത, ഒരാൾ എല്ലാവരെയും അടക്കി ഭരിക്കുന്നത്, ആധിപത്യം സ്ഥാപിക്കുന്നത്, പരമാധികാരിയായി വാഴുന്നത് തടയുവാനായിട്ട് പറ്റും. മാത്രമല്ല, നാലാമതായ പ്രത്യേകത, വ്യക്തികളെ ഉയർത്തിക്കാട്ടുന്നത് നിർത്തുവാനായിട്ട് പറ്റും. ഒരു വ്യക്തിക്കല്ല, മറിച്ച് കർത്താവിനെയാണ് ഉയർത്തേണ്ടത്. വ്യക്തികൾക്കല്ല പ്രസക്തി എന്നുള്ളത് കാണുവാൻ കഴിയും. അത് ഒഴിവാക്കാനായിട്ട് വ്യക്തി പ്രശംസ ഒഴിവാക്കുന്നത് ഇടയായിത്തീരും. അഞ്ചാമതായിട്ട് പ്രത്യേകത, ഒന്നിലധികം മുപ്പന്മാർ അല്ലെങ്കിൽ ശുശ്രൂഷകന്മാർ സഭയിലുണ്ടെങ്കിൽ ഏതെങ്കിലും കാരണവശാൽ ഒരാൾക്ക് ശുശ്രൂഷ ചെയ്യുവാൻ പറ്റാത്ത സാഹചര്യം വന്നാൽ, അപകടമാകട്ടെ, മരണമാകട്ടെ, രോഗമാകട്ടെ, എന്തെങ്കിലും കാരണവശാൽ കൂട്ടായ്മകളിൽ ആരാധനയ്ക്കോ ഒക്കെ കടന്നു വരാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായാൽ, ഒന്നിലധികം പേരുണ്ടെങ്കിൽ ആ അഭാവം വേറൊരാൾക്ക് നികത്തുവാനായിട്ട് പറ്റും. ഇന്ന് പല വേർപെട്ട സഭകളിലും അവരുടെ പ്രധാനിയായിരിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ അധ്യക്ഷൻ സഭയിലില്ലെങ്കിൽ അന്നത്തെ ആരാധനയെ വളരെയധികം ബാധിക്കുന്നതായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ഒരാളുടെ അഭാവം, ഒരാളുടെ ആബ്സെൻസ് ഒരു കാരണവശാലും സഭയിലെ ശുശ്രൂഷയെ ബാധിക്കുവാനായിട്ട് പാടില്ല. അതുകൊണ്ട് മൂപ്പന്മാർ സഭയ്ക്കുള്ളത് ആവശ്യമായിരിക്കും. ഇതൊക്കെ നമുക്ക് ചിന്തിക്കുവാൻ കഴിയുന്ന വിഷയങ്ങളാണ്. അതുകൊണ്ട് അതിൻ്റെ പ്രത്യേകത, അതിൻ്റെ ഗുണങ്ങൾ എന്ന് പറയുന്നത്. ഇങ്ങനെ ബഹുവിധമായ കാരണങ്ങളാൽ ദൈവം ഒന്നിലധികം മൂപ്പന്മാരെ സഭയിൽ ആക്കി വച്ചിരിക്കുകയാണ്. രണ്ടാമത്തെ വാക്കിലേക്ക് കടന്നു വരുമ്പോൾ, 2-3 വാക്യങ്ങളിൽ കടന്നു വരുമ്പോൾ, നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയിച്ചുകൊള്ളുവിൻ. നിർബന്ധത്താലല്ല, ദൈവത്തിന് ഹിതമാവണ്ണം മനഃപൂർവമായും ദുരാഗ്രഹത്തോടെ അല്ല, ഉന്മേഷത്തോടെയും ഇടവകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല, ആട്ടിൻകൂട്ടത്തിന് മാതൃകയുള്ളവരായി തീർന്നുകൊണ്ടും അധ്യക്ഷത ചെയ്യുവിൻ. ഇപ്പം അധ്യക്ഷന്മാരോട് പത്രോസ് പറയുന്ന വിശദമായ ചില കാര്യങ്ങളാണ് 2-3 വാക്യങ്ങൾ പറയുന്നത്. അപ്പോൾ ഈ വാക്യങ്ങളിൽ കാണുവാൻ കഴിയുന്നത് ഒരു ഇടയൻ്റെ ഉത്തരവാദിത്വം അതെങ്ങനെ ചെയ്യുന്നവരായിരിക്കണം, എങ്ങനെ ചെയ്യണം എന്ന് ഇവിടെ വ്യക്തമാക്കിയിരിക്കുക. സഭയാക്കി വച്ചിരിക്കുന്ന, കർത്താവാക്കി വച്ചിരിക്കുന്ന ഒരു അധ്യക്ഷന്മാർ അവരുടെ കടമകൾ, കർത്തവ്യങ്ങൾ ഏത് നിലയിൽ ചെയ്യണമെന്ന് ഈ 2-3 വാക്യങ്ങൾ വളരെ
വ്യക്തമായി പത്രോസ് പറയുകയാണ്. അതായത് ഈ ഭാഗത്ത് കാണാൻ കഴിയുന്നത് 3 വിധ ഉത്തരവാദിത്വങ്ങൾ ഇവർക്ക് ഉള്ളതായിട്ട് കാണും. മൂപ്പന്മാർക്ക് 3 വിധ ഉത്തരവാദിത്വങ്ങൾ. ഒന്നാമത് കാണുവാൻ കഴിയുന്ന ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുക. ഇടയന്മാർ തങ്ങളുടെ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുക. മേയ്ക്കുക എന്ന് പറയുന്നത് വളരെ വിഷമം പിടിച്ചായിരിക്കുന്ന ജോലിയാണ്. വളരെ ബുദ്ധിമുട്ടായിരിക്കുന്ന വിഷയമാണ് ഒരു സഭയെ മേയ്ക്കുക എന്ന് പറയുന്നത്. കാരണം പല വിഭാഗക്കാർ, പല സ്വഭാവക്കാർ, പല ഇഷ്ടങ്ങൾ, പല പെരുമാറ്റങ്ങൾ, പല ജീവിത രീതി, പല ജീവിതശൈലി, വ്യത്യസ്തമായിരിക്കും മനോഭാവമുള്ളവർ. ഇങ്ങനെയുള്ളവരെ വേണം അധ്യക്ഷന്മാർ മേയിച്ചു കൊണ്ടുപോകാനായിട്ട്. ആട്ടിൻകൂട്ടത്തെ ഇവരൊക്കെയാണ്, ആട്ടിൻകൂട്ടത്തിലുള്ളവരാണ് ഇവരെ മേയിച്ചു കൊണ്ട് പോകുക എന്ന് പറയുന്നത് ഈസിയായിട്ടുള്ള വിഷയമല്ല. വളരെ വിഷമം പിടിച്ചതും വളരെ ഗൗരവമേറിയ വിഷയമാണ്. എന്നിട്ട് പറയുകയാണ്, ഇവരെ എല്ലാവരെയും സംഘടിപ്പിച്ചുകൊണ്ട്, എല്ലാവരെയും സമന്വയിപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുക എന്ന് പറയുന്നത് വളരെ പ്രയാസമേറിയ വിഷയമാണ്. ഇവിടെയാണ് പലരും വിഷമിച്ച് ഭാരപ്പെട്ടു പോകുന്നത്, പതറിപ്പെട്ടു പോകുന്നത് ഈ അനുഭവങ്ങളാണ്. കാരണം ആട്ടിൻകൂട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്ന പെരുമാറ്റ രീതികളും സംസാരങ്ങളും ഇടപാടുകളും ഒക്കെ കടന്നു വരുമ്പോൾ ഇത് ബാധിക്കുന്നത് ആ സഭയുടെ അധ്യക്ഷന്മാരായിരിക്കുന്നവരെ ബാധിക്കും. അവരുടെ ജീവിതത്തെ വളരെയധികം സ്വാധീനിക്കും. അവർ ദുഃഖവും നിരാശ ഉണ്ടാകും, പ്രയാസമുണ്ടാകും, വേദന ഉണ്ടാകും. പക്ഷെ പുറത്ത് പറയത്തില്ല. അവർ ദൈവമായിട്ടത് തീർക്കുക ചെയ്യുന്നു. വളരെ വിഷമമേറിയായിരിക്കുന്ന വിഷയമാണ്. ഇവിടെ പത്രോസ് പറയുന്നത്, നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ആട്ടിൻകൂട്ടത്തെ എന്ത് ചെയ്യണം? മേയിച്ചു കൊള്ളുവീൻ എന്ന് പറയുകയാണ്. അത് വളരെ വിഷമമുള്ള വിഷയമാണ്. അപ്പോൾ അവരുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ശരിയായ രീതിയിൽ ദൈവവചനം വ്യാഖ്യാനിച്ച് സഭയെ പഠിപ്പിക്കേണ്ട വലിയ ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് അവർക്ക് ഒഴിവാനായിട്ട് പറ്റുകയില്ല. ഇപ്പോൾ ഒരു സഭാ ശുശ്രൂഷകനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള വ്യത്യസ്ത മനോഭാവങ്ങളും രീതികളും ഉള്ളവരെയൊക്കെ സമന്വയിപ്പിച്ചുകൊണ്ട് പോവുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ചില വർഷങ്ങൾക്ക് മുമ്പ് എവലിൻ കുഞ്ഞായിരിക്കുന്ന സമയത്ത് 3 വയസ്സ് പ്രായമുള്ളപ്പോൾ എല്ലാ ദിവസവും ഞങ്ങൾ അവളെ ബൈബിൾ കോളേജിൽ കൊണ്ടുപോകും. ഒരു ദിവസം ഈ ബൈബിൾ കോളേജിൻ്റെ സ്പോർട്സ് ദിവസത്തിൽ അവിടെ 3 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. ആ പ്രായത്തിലുള്ള 3 കുട്ടികളുണ്ടായിരുന്നു. അവരെ പങ്കെടുപ്പിക്കാൻ വേണ്ടി അവർക്കൊരു ഓട്ട മത്സരം വെച്ചു. അപ്പോൾ 3 പേരെ കൊണ്ട് നിർത്തി അവരോട് പറഞ്ഞ്, നിങ്ങൾ ഓടി അവിടെ ചെല്ലണം. എല്ലാം കാണിച്ചു കൊടുത്തു, എല്ലാം പറഞ്ഞു കൊടുത്തു. 1, 2, 3 പറഞ്ഞപ്പോഴത്തേന് ഓടാൻ തുടങ്ങി. 3 പേരും 3 ദിശയിലോട്ട് ഓടിപ്പോയി. ആരും ഫിനിഷിംഗ് പോയി ചെന്നില്ല. 3 വഴിക്കൂടെ പോയി. ഇതുപോലെയാണ് പലയിടത്തെയും വിശ്വാസികളുടെ സ്വഭാവ രീതികൾ. പലരും പല രീതിയിലും പല സ്വഭാവക്കാരും. ഇങ്ങനെയുള്ളവരെയൊക്കെ ഏകോപിപ്പിച്ച് കൊണ്ടുപോകുക എന്ന് പറയുന്നത് വളരെ വിഷമേറിയ വിഷയമാണ്. രണ്ടാമത് പത്രോസ് പറയുന്നു, ആട്ടിൻകൂട്ടത്തിന്മേൽ ഒരു മേൽനോട്ടം ഉണ്ടായിരിക്കണം പറയാം. മേയ്ക്കണം. രണ്ടാമത് അവിടെ മേലൊരു മേൽനോട്ടം ഉണ്ടായിരിക്കണം എന്ന് പറയുക. അതായത് അവർക്ക് പ്രത്യേകമായിരിക്കുന്ന വ്യക്തിപരമായിട്ടുള്ള സംരക്ഷണങ്ങൾ നാം ഒരുക്കേണ്ടത് ആവശ്യമാണ്. വളരെ ജാഗ്രത അവരുടെ മേൽ ഉണ്ടായിരിക്കേണ്ട ആവശ്യമാണ്. കാരണം ഏത് സമയത്തും ഉപദ്രവങ്ങളും ആക്രമണങ്ങളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആദിമസഭയ്ക്ക് ഉണ്ടായ ഏറ്റവും വലിയ ആക്രമണം എന്ന് പറയുന്നത് ദുരുപദേശങ്ങൾ സഭയിൽ ഇങ്ങനെ നുഴഞ്ഞ് വന്നുകൊണ്ടിരുന്നു എന്നുള്ളതാണ്. ഈ ദുരുപദേശങ്ങളെ നേരിടുക എന്ന് പറയുന്നത് വളരെ വിഷമേറിയ വിഷയമാണ്. അത്തരം സന്ദർഭങ്ങളാണ് പത്രോസ് യോഹന്നാനും ഒക്കെ ശക്തമായ തൂലിക ചലിപ്പിക്കുവാനായിത്തീർന്നു. കാരണം ഇതേത് സമയത്തും സഭയ്ക്ക് ഇങ്ങനെയുള്ളതായിരിക്കുന്ന ആക്രമണം ഉണ്ടാകാം. വിശ്വാസ സ്ഥിരതയില്ലാത്ത, വചനത്തിൽ പാണ്ഡിത്യമില്ലാത്ത വിശ്വാസികൾ പതറിപ്പോടെയായിത്തീരും. അതുകൊണ്ട് അധ്യക്ഷന്മാരുടെ പത്രോസ് പറയുകയാണ്, ആട്ടിൻകൂട്ടത്തിന്മേൽ എപ്പോഴും ഒരു മേൽനോട്ടം, ഒരു ജാഗ്രത ഉണ്ടായിരിക്കണം എന്നവർ ഓർപ്പിക്കുകയാണ്. ഇപ്പോൾ ഒരു സഭാന്തരീക്ഷത്തിൽ കടന്നു വരുമ്പോൾ വളരെ ചലഞ്ച് ഉള്ളതായിരിക്കുന്ന വിഷയമാണിത്. സഭയിൽ എന്തൊക്കെയാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്? ഏത് ഒരു അവസ്ഥയിലാണ് സഭ പോകേണ്ടത്? പല കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഒന്ന്, ക്വാണ്ടിറ്റി ആവശ്യമായിരിക്കുന്നു, ക്വാളിറ്റി ആവശ്യമായിരിക്കുന്നു, വെറൈറ്റി ആവശ്യമായിരിക്കുന്നു, ടേസ്റ്റ് ആവശ്യമായിരിക്കുന്നു, ഓപ്പർച്യൂണിറ്റി ആവശ്യമായിരിക്കുന്നു, കംഫർട്ടബിലിറ്റി ആവശ്യമായിരിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ
സഭാന്തരീക്ഷത്തിൽ ആവശ്യമായിരിക്കും. അതായത് ക്വാണ്ടിറ്റി, സമൃദ്ധമായിട്ടുള്ള ദൈവവചന പഠനം, വചനത്തിൻ്റെ ധ്യാനം, അതിന് പ്രസംഗം, ക്വാണ്ടിറ്റി നാം മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമാണ്. അപ്പോൾ തന്നെ ക്വാളിറ്റിയും ഗുണം ഉള്ളതായിരിക്കുന്ന അത് വിഷയങ്ങൾ നമുക്ക് ആവശ്യമായിരിക്കുന്നു. എല്ലാവരും വെറൈറ്റി ആഗ്രഹിക്കുന്നുണ്ട്, വ്യത്യസ്ത ആഗ്രഹിക്കുന്നുണ്ട്. ഒരേ നിലവാരത്തിൽ പോകാൻ പറ്റുകയില്ല. വ്യത്യസ്തമായിരിക്കുന്ന നിലവാരത്തിൽ കൂടി പോകേണ്ടിരിക്കും, അഥവാ ശുശ്രൂഷകളിൽ കൂടി പോകേണ്ടിരിക്കും. പ്രോഗ്രാമുകൾ നമുക്ക് ആവശ്യമായിരിക്കുന്നു. എല്ലാവർക്കും അഭിരുചി ഉണ്ടാകത്തക്ക നിലയിൽ ഒരു ടേസ്റ്റി ആയിട്ടുള്ള വിഭവങ്ങൾ നമുക്ക് സഭയ്ക്ക് ആവശ്യമായിരിക്കുന്നു. മാത്രമല്ല, നാം രാജകീയ പുരോഹിത വർഗമായിരിക്കുന്നതുകൊണ്ട് ഓപ്പർച്യൂണിറ്റി, അവസരങ്ങൾ അത് മറ്റുള്ളവർക്ക് ലഭിക്കേണ്ടിയിരിക്കുന്നു. അതിനേക്കാൾ ഉപരിയായി എല്ലാവർക്കും ഒരു കംഫർട്ടബിലിറ്റി ആവശ്യമാണ്. അതായത് ഒരു സംരക്ഷിതമായിട്ടുള്ള അന്തരീക്ഷം ആവശ്യമായിരിക്കണം, സുരക്ഷിതത്വം നമുക്ക് ആവശ്യമായിരിക്കണം. ചില സന്ദർഭങ്ങളിൽ മനുഷ്യർ പ്രാവും കൂടുകൾ ഉണ്ടാക്കാറുണ്ട്. അതിനകത്ത് നല്ല പ്രാവിനെയൊക്കെ വാങ്ങിച്ചു വയ്ക്കും. നമ്മളതിനെ സ്നേഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നു, തീറ്റി കൊടുക്കുന്നു, നമ്മളോട് അടുത്ത് സഹകരിക്കുന്നു. എന്നാൽ അത് സുരക്ഷിതമല്ല എങ്കിൽ, അതിന് ആക്രമണങ്ങൾ ഉണ്ടാകുന്നുവെങ്കിൽ, ചില സന്ദർഭങ്ങളിൽ ചില പക്ഷികൾ വന്ന് ആക്രമിക്കും, പൂച്ചകൾ വന്ന് ആക്രമിക്കും, അതിൻ്റെ ജീവൻ അപകടത്തിലാണ്, അതിന് കംഫർട്ടബിൾ അല്ല എന്ന് തോന്നുന്നുവെങ്കിൽ ഈ പ്രാവുകൾ പറന്നു പോകും. അപ്പോൾ അതിന് സംരക്ഷണം ഒരുക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. അപ്പോൾ ഇത്രയും നല്ലൊരു അവസ്ഥ, ഒരു അന്തരീക്ഷം നമ്മുടെ സഭകളിൽ ആവശ്യമായിരിക്കുന്നു എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. മൂന്നാമതായിട്ട് കാണാൻ കഴിയുന്ന ആളുകൾക്ക് മാതൃകയുള്ളവരായിരിക്കണം എന്ന് പത്രോസ് പറയും. നാം അധ്യക്ഷന്മാർ അവരുടെ മുമ്പിൽ മാതൃക ഉള്ളവരായിരിക്കണം. അതായത് വളരെ ശ്രദ്ധിക്കേണ്ടായിരിക്കുന്ന മേഖലയാണ് വിശുദ്ധി, സ്വയത്തെ വെടിയുക, ഇന്ദ്രിയജയം, വികാരങ്ങളെ നിയന്ത്രിച്ച് നിർത്തുക, ഞാൻ എന്നായിരിക്കും മനോഭാവം. ഇങ്ങനെയുള്ള ചിന്തകളെല്ലാം വെടിഞ്ഞ് ഒരു ദാസനെ പോലെ ശുശ്രൂഷ ചെയ്യുവാനായിട്ടുള്ള മനോഭാവം ഈ ദൈവഭൃത്യന്മാർക്ക് ആവശ്യമായിരിക്കും. ഇപ്പോൾ ഇടയ ശുശ്രൂഷ സഭയിൽ ചെയ്യുന്നവർ അടുത്തതായിട്ട് 4 വിധ കാര്യങ്ങളിൽ അവർ ബോധവാന്മാരായിരിക്കണമെന്ന് പത്രോസ് ഓർപ്പിക്കുന്നു. അടുത്ത 4 കാര്യങ്ങൾ ഓർപ്പിക്കുകയാണ്. ഒന്ന്, ഇടയ ശുശ്രൂഷ ഒരിക്കലും നിർബന്ധത്താൽ ചെയ്യേണ്ടതല്ല. അവൻ സ്വന്തം ഇഷ്ടപ്രകാരം, ആകാംക്ഷയോടെ, താല്പര്യത്തോടെ, പരിശുദ്ധാത്മാവിൻ്റെ നിയോഗപ്രകാരം, ദൈവാത്മാവ് കൊടുക്കുന്ന പ്രേരണയ്ക്കനുസരിച്ച് അവൻ ചെയ്യേണ്ട വിഷയമാണ്. മറ്റുള്ളവർ നിർബന്ധിച്ച് ചെയ്യേണ്ടായിരിക്കുന്ന ഒന്നല്ല ശുശ്രൂഷ എന്ന് പറയുന്നത്. ആത്മഭാരത്താൽ ആ വ്യക്തി മുമ്പോട്ട് കടന്നു വരണം. ഇന്ന് തിമോഥെയോസ് 3:1 പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, ഒരുവൻ അധ്യക്ഷസ്ഥാനം കാക്ഷിക്കുന്നുവെങ്കിൽ നല്ല വേല ആഗ്രഹിക്കും. അവൻ ശുശ്രൂഷകനായി മുമ്പോട്ട് പോകാൻ താല്പര്യപ്പെടുന്നുവെങ്കിൽ, സമർപ്പിക്കപ്പെടുന്നുവെങ്കിൽ, ദൈവവചനത്തിൻ്റെ മുമ്പിൽ അനുസരിച്ച് ദൈവവിളിയുടെ മുമ്പിൽ കീഴ്പ്പെട്ട് മുമ്പോട്ട് പോകാൻ താല്പര്യപ്പെടുന്നുവെങ്കിൽ, ആ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അവൻ നല്ല കാര്യമാണ് ആഗ്രഹിക്കുന്നതെന്ന് പൗലോസ് പറയുകയാണ്. അപ്പോൾ ദൈവീയ നിയോഗവും അതിനോടുള്ളായിരിക്കുന്ന കർത്താവിൻ്റെ വേലയോടുള്ളായിരിക്കുന്ന അഭിവാഞ്ചയും അവർക്ക് ഉണ്ടായിരിക്കേണ്ട ആവശ്യമാണ്. എല്ലാവരും എന്നെ നിർബന്ധിക്കും, അതുകൊണ്ട് ഞാൻ ചെയ്യാം എന്നുള്ള താല്പര്യം അവർക്കുണ്ടാകാൻ പാടില്ല. നിർബന്ധത്താൽ ചെയ്യേണ്ടതല്ല, മറിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് അവന് കൊടുക്കുന്ന പ്രേരണയ്ക്കനുസരിച്ച് ആണ് ശുശ്രൂഷ ചെയ്യേണ്ടത്. രണ്ടാമത് കാണാൻ കഴിയുന്നത് മനഃപൂർവ്വമായി ചെയ്യേണ്ട ശുശ്രൂഷയാണ്. അതായത് പൂർണ്ണ സന്തോഷത്തോടുകൂടി, പൂർണ്ണ തൃപ്തിയോടുകൂടി ചെയ്യേണ്ട ശുശ്രൂഷയാണ്. ഞരക്കത്തോടുകൂടി, കരച്ചിലോടുകൂടിയോ ദുഃഖത്തോടുകൂടിയൊന്നുമല്ല കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യേണ്ടത്. ഒരു മടിയനായിട്ട് ചെയ്യേണ്ടതുമല്ല കർത്താവിൻ്റെ ശുശ്രൂഷ എന്ന് പറയുന്നത്. ഹൃദയത്തിൻ്റെ താല്പര്യത്തിൽ ചെയ്യേണ്ട വിഷയമാണ്. ഇറങ്ങി തിരിച്ചു പോയി അതുകൊണ്ട് ചെയ്യാം എന്നുള്ളതല്ല, മറിച്ച് ദൈവം എന്നെ ഇത് പരമേൽപ്പിച്ചിരിക്കുന്നു, ദൈവം എന്നെ അതിനായി കണ്ടിരിക്കുന്നു, ദൈവം എന്നെ അതിനായി ഉപയോഗിക്കുന്നു, ദൈവത്തിൻ്റെ പദ്ധതിയാണ് ഇതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് താല്പര്യത്തോടുകൂടി, സന്തോഷത്തോടുകൂടി ചെയ്യേണ്ടായിരിക്കുന്ന ശുശ്രൂഷയാണ് എന്ന് പത്രോസ് ഓർപ്പിക്കുകയാണ്. മൂന്നാമതായിട്ട് ദൈവഹിതപ്രകാരം ശുശ്രൂഷ ചെയ്യണം എന്ന് പറയുകയാണ്. പ്രിയമുള്ളവരെ,
ഇത് വളരെ ഗൗരവമേറിയ ശുശ്രൂഷ ആയിരിക്കുന്നതുകൊണ്ട് വളരെ പ്രാർത്ഥിച്ച് എടുക്കേണ്ടതായിരിക്കുന്ന ഒരു തീരുമാനമാണിത്. വളരെ പ്രാർത്ഥിച്ചാണ് ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കേണ്ടത്. വളരെ പ്രാർത്ഥന നമുക്ക് ആവശ്യമായിരിക്കണം. പ്രാർത്ഥനയില്ലാതെ ഒരു ഇടയ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് സാധ്യമല്ല. സാധാരണ പ്രാർത്ഥിക്കുന്ന പോലെയല്ല, ധാരാളം സമയങ്ങൾ മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ ഒരു ഇടയൻ്റെ ശുശ്രൂഷ കൃത്യമായി നമുക്ക് മുമ്പോട്ട് വിജയകരമായി കൊണ്ടുപോകാൻ സാധിക്കും. അധികം പ്രാർത്ഥന ആവശ്യമായിരിക്കുന്നു. മാത്രമല്ല ദൈവീയ ഒരു നിയോഗം കൂടി നമുക്ക് ആവശ്യമായിരിക്കുന്നു. ഒരിക്കലും ഈ സ്ഥാനത്തോട്ട് വരേണ്ടത് ഇലക്ഷനിൽ മത്സരിച്ചും സ്ഥാനാർത്ഥിയായി നിന്നും വോട്ട് പിടിച്ചൊന്നുമല്ല ഈ ഇടയ ശുശ്രൂഷ വരേണ്ടത്. ദൈവം തിരഞ്ഞെടുത്ത് ആക്കി വയ്ക്കുക വേണ്ടത്. മനുഷ്യരല്ല തിരഞ്ഞെടുക്കേണ്ടത്, മറിച്ച് ദൈവമാണ് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി അവരെ തിരഞ്ഞെടുത്ത് ആക്കേണ്ടത് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. യേശു തൻ്റെ ശിഷ്യന്മാരെ വിളിച്ചത് വ്യത്യസ്തമായിരിക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ വിളിക്കുന്നത്. ഞാനിവിടെ പറഞ്ഞിട്ടുള്ള വിഷയമാണ്, 3 വ്യത്യസ്തമായിരിക്കുന്ന കൂട്ടരെ കർത്താവ് വിളിക്കുമ്പോൾ അവിടെ വളരെ കാര്യം ചിന്തനീയമായിട്ടുണ്ട്. ഒന്ന്, വല വീശുന്നവരെ കർത്താവ് കണ്ടു, അവരെ വിളിച്ചു. 2, വല കഴുകുന്നവരെ കണ്ടു, അവരെ കർത്താവ് വിളിച്ചു. 3, വല നന്നാക്കുന്നവരെ കണ്ടു, അവരെയും കർത്താവ് വിളിച്ചു. ഈ 3 പേരുടെയും സ്വഭാവ രീതികളെ പറ്റി ചിന്തിച്ച് നോക്കണം. ഒരു കൂട്ടരെ വല വീശുകയാണ്, ബിസിയാണ്, മത്സ്യങ്ങളെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ എക്സ്പേർട്ടാണ് ആ വിഷയത്തിൽ, അനുഭവസമ്പന്നരാണ്. അവരെ കർത്താവ് വിളിച്ചിട്ട് പറയാണ്, ഇനി മുതൽ നിങ്ങൾ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. 2ാമത് വല കഴുകിക്കൊണ്ടിരിക്കുകയാണ്. ചിലരെ കഴുകിയെടുക്കുവാനായിട്ട് നിങ്ങൾക്കുണ്ട്, അതിനുവേണ്ടി ഞാൻ നിങ്ങളെ ഉപയോഗിക്കാൻ പോവുകയാണ്. 3ാമതായിട്ട് വല നന്നാക്കുന്നവരെ കാണുകയാണ്. ബന്ധങ്ങൾ അറ്റുപോയി കിടക്കുന്ന വീണ്ടും പഴയ ബന്ധങ്ങളിലോട്ട് കൂട്ടിച്ചേർക്കുവാനായിട്ട് എനിക്ക് നിങ്ങളെ ആവശ്യമുണ്ട്. അപ്പോൾ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവ് വിളിക്കുമ്പോൾ, ദൗത്യത്തിനായിട്ട് കർത്താവ് വിളിക്കുമ്പോൾ, അപ്പോസ്തോലിക ശുശ്രൂഷയ്ക്ക് വിളിക്കുമ്പോൾ ഈ 3 പേരുടെയും സ്വഭാവ രീതികൾ വളരെ ആഴമേറിയ വിഷയമാണ്. ഇവരുടെ മേഖല ഒന്നാണ്, മത്സ്യബന്ധനമാണ്. പക്ഷെങ്കിൽ വ്യത്യസ്തമായിരിക്കുന്ന രീതികൾ കൂടി, വ്യത്യസ്തമായിരിക്കുന്ന ശുശ്രൂഷകൾ കൂടിയാണ് അവരെ കൊണ്ടുപോകുന്നത്. 4ാമതായിട്ട് കാണുവാൻ കഴിയുന്നത്, ആടുകൾക്ക് മാതൃകയുള്ളവരായിരിക്കണമെന്ന് പത്രോസ് പറയുകയാണ്. അതായത് മറ്റുള്ളവർക്ക് അനുകരിക്കാൻ പറ്റുന്ന സ്വഭാവ രീതികൾ, പെരുമാറ്റ രീതികൾ. വിശ്വാസ സമൂഹത്തെ ആത്മീയതയിൽ നടത്തിക്കൊണ്ടുപോകാനായിട്ട് ശീലിച്ചവരായിരിക്കണം, ഉത്സാഹമുള്ളവരായിരിക്കണം, മുമ്പിൽ നിന്ന് നയിക്കുന്നവരായിരിക്കണം കർത്താവിൻ്റെ ദാസന്മാർ എന്ന് പറയുന്നു. ഒരു ദൈവദാസനെ സംബന്ധിച്ചിടത്തോളം, ഒരു ഇടയ ശുശ്രൂഷനെ സംബന്ധിച്ചിടത്തോളം, അദ്ദേഹത്തിന് ഒരുപക്ഷെ ഒരു ചെറിയ ആട്ടിൻകൂട്ടമേ ഉണ്ടാവുകയുള്ളൂ. എന്നാൽ ആട്ടിൻകൂട്ടങ്ങളെല്ലാം ശ്രേഷ്ഠ ഇടയൻ്റെ സ്വന്തമാണ്. കർത്താവായ യേശുക്രിസ്തു അവൻ ശ്രേഷ്ഠ ഇടയനാണ്. അവൻ്റെ സ്വന്തമാണ് സകല ആട്ടിൻകൂട്ടങ്ങളും. എന്നാൽ ഒരു സഭയിലെ ഒരു അധ്യക്ഷന്, ഒരു മൂപ്പനെ സംബന്ധിച്ചിടത്തോളം ചെറിയ ആട്ടിൻകൂട്ടം ഉണ്ടാവുകയുള്ളൂ. എന്നാൽ ശ്രേഷ്ഠ ഇടയനായ കർത്താവായ യേശുക്രിസ്തുവിന് നിരവധി ആട്ടിൻകൂട്ടങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് കാണുവാൻ കഴിയുന്നത്. അപ്പോൾ സഭാ നേതൃത്വം ശ്രേഷ്ഠ ഇടയനായ കർത്താവായ യേശുക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കണം എന്ന് കാണുവാൻ കഴിയുകയാണ്. ഇനി 4ാമത്തെ ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നത്, എന്നാൽ ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിൻ്റെ വാടാത്ത കിരീടം പ്രാപിക്കും. യേശുക്രിസ്തുവിന് ബൈബിളിൽ നൽകിയിരിക്കുന്ന നാമവിശേഷങ്ങളിൽ ഏറ്റവും മനോഹരമായിരിക്കുന്ന ഒരു നാമവിശേഷമാണ് ഇടയശ്രേഷ്ഠൻ എന്ന് പറയുന്നത്. നിരവധി പേരുകൾ കർത്താവ് നൽകിയിട്ടുണ്ട്. പല തലക്കെട്ടുകളാണ് കർത്താവിനെ അറിയപ്പെടുന്നത്. നമുക്ക് എസ്.കെ. പ്രവചനം 34 11 മുതൽ 16 ഭാഗത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നത് ട്രൂ ഷെപ്പേർഡ്, യഥാർത്ഥ ഇടയൻ എന്നാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം 11-14 വാക്യങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഗുഡ് ഷെപ്പേർഡ്, നല്ല ഇടയൻ എന്നാണ് കർത്താവിന് കൊടുത്തിരിക്കുന്ന ടൈറ്റിൽ. 3ാമതായിട്ട് എബ്രായലേഖനം 13-20 വാക്യത്തിൽ കടന്നു വരുമ്പോൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രേറ്റ് ഷെപ്പേർഡ്, വലിയ ഇടയൻ എന്നാണ് കർത്താവിന് കൊടുത്തിരിക്കുന്ന ടൈറ്റിൽ. ഇവിടെ അവസാനമായിട്ട് പത്രോസ് പറയുന്ന
ഒന്ന് പത്രോസ് 5:4 വായിക്കുന്നത് ചീഫ് ഷെപ്പേർഡ് അഥവാ ശ്രേഷ്ഠ ഇടയൻ. ഇങ്ങനെ 4 വിധ ടൈറ്റിൽസ് ആണ് കർത്താവിനെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ പറയുന്നത് ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിൻ്റെ വാടാത്ത കിരീടം പ്രാപിക്കും എന്ന് പറയുകയാണ്. നമ്മുടെ കർത്താവ് പ്രത്യക്ഷനാകുമ്പോൾ സഭയിലെ ഇടയന്മാർക്ക്, ശുശ്രൂഷകന്മാർക്ക് എന്താ വാടാത്ത കിരീടം ലഭിക്കും എന്ന് പറയുകയാണ്. ഒരു സഭാമൂപ്പന് അല്ലെങ്കിൽ ഒരു സഭ ഇടയന് പല വിധത്തിലുള്ള അടിക്കുന്ന കടമകൾ ചെയ്തിരിക്കാനായിട്ടുണ്ട്. ഉത്തരവാദിത്വം ധാരാളമുണ്ട്. അനുകമ്പയുള്ളവരായിരിക്കേണ്ട ആവശ്യമാണ്. ഉപദേശങ്ങൾ പറഞ്ഞു കൊടുക്കുവാനായിട്ട് സമർത്ഥരായിരിക്കണം. മാത്രമല്ല സഭയെ സംരക്ഷിക്കുന്നവരായിരിക്കണം, ശാസന നൽകുന്നവരായിരിക്കണം, പഠിപ്പിക്കുന്നവരായിരിക്കണം, അച്ചടക്കവും ശിക്ഷണവും നൽകുന്നവരായിരിക്കണം, ഗുണദോഷം പറയുന്നവരായിരിക്കണം, താക്കീത് കൊടുക്കുന്നവരായിരിക്കണം. അങ്ങനെ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ, കടമകൾ അവർക്ക് ഉണ്ട് എന്നുള്ളത് നാം തിരുവെഴുത്ത് പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ വിശ്വസ്തനായ ഒരു മൂപ്പന് അല്ലെങ്കിൽ ഇടയന് പ്രത്യേകമായ പ്രതിഫലങ്ങളാണ് ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നത്. കാരണം വലിയ ഒരു ശുശ്രൂഷ ചെയ്യുന്നതുകൊണ്ട് അവർക്ക് അകപ്പെട്ടിരിക്കുന്ന വ്യത്യസ്തമായിരിക്കുന്ന പ്രതിഫലങ്ങളാണ് ദൈവം ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ പറയുമ്പോൾ ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ തേജസ്സിൻ്റെ വാടാത്ത കിരീടം അവർക്കായി ഒരുക്കിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അവൻ ശ്രേഷ്ഠ ഇടയൻ. ശ്രേഷ്ഠ ഇടയനെന്ന് ഒരാൾ മാത്രമേ ഉള്ളൂ, അത് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു. അവൻ പ്രത്യക്ഷനാകുമ്പോൾ ഇടയന്മാർക്ക് നിരവധി പ്രതിഫലങ്ങൾ ഒരുക്കിയിരിക്കുകയാണ്. പല വിധത്തിലായിരിക്കുന്ന പ്രതിഫലങ്ങളാണ് തിരുവെഴുത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. നിരവധി കിരീടങ്ങൾ ഒരുക്കി വെച്ചിരിക്കുകയാണ്. നമുക്ക് പല കിരീടങ്ങൾ കാണുവാൻ കഴിയുന്നു. 1 തെസ്സലോനിക്കർ 2:19 കാണുന്നത് പ്രശംസാ കിരീടം എന്ന് വായിക്കുന്നുണ്ട്. 2 തിമോഥെയോസ് 4:8 നീതിയുടെ കിരീടം എന്ന് വായിക്കുന്നുണ്ട്. യാക്കോബിൻ്റെ ലേഖനം 1:12 വെളിപ്പാട് പുസ്തകം 2:10 നമുക്ക് കാണാൻ കഴിയുന്നത് ജീവൻ്റെ കിരീടം എന്ന് വായിക്കുന്നുണ്ട്. 1 പത്രോസ് 5:4 വാടാത്ത കിരീടം എന്ന് വായിക്കുന്നുണ്ട്. ഇതെല്ലാം വിശുദ്ധന്മാർക്കായി ദൈവം സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ഒരു കിരീടങ്ങളാണ്. പത്രോസ് പറയുന്ന വാടാത്ത കിരീടത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഇത് ഓട്ടക്കളത്തിൽ ഓടുന്നവർക്ക് കിരീടമായി കൊടുക്കുന്ന താരതമ്യം ചെയ്യുക. ഓട്ടക്കളത്തിൽ ജയിച്ചു വരുന്നവർക്ക് ആ കാലത്ത് പൂ കൊണ്ടും ഇലകൾ കൊണ്ടും ഉണ്ടാക്കിയ കിരീടങ്ങളാണ് അവിടെ തലയിൽ അണിയിച്ചിരുന്നത്. അതെല്ലാം വാടിപ്പോകുന്നതാണ്, അതെല്ലാം നീങ്ങിപ്പോകുന്നതാണ്. എന്നാൽ ഇടയന്മാർക്കായി കർത്താവ് പറയുന്നത്, ഇവിടെ പത്രോസ് പറയുന്നത് എന്താണ്? തേജസ്സിൻ്റെ വാടാത്ത കിരീടം അവർക്ക് ലഭിക്കും. ഈ വാടാത്ത കിരീടം കൊടുക്കുന്നത് ആരാണ്? ഇടയശ്രേഷ്ഠനാണ് കൊടുക്കുന്നത്. ഇടയശ്രേഷ്ഠനായ കർത്താവ് യേശുക്രിസ്തു സഭാ അധ്യക്ഷന്മാർക്ക്, ഇടയന്മാർക്ക് തേജസ്സിൻ്റെ വാടാത്ത കിരീടം കൊടുക്കുന്നു എന്ന് കാണുവാൻ കഴിയുന്നു. ഇപ്പോൾ ഈ കിരീടങ്ങളെന്ന് പറയുന്നത്, ഈ കിരീടങ്ങളൊക്കെ വിശുദ്ധന്മാർക്ക് വേണ്ടി ഉള്ളതാണ്. എന്നാൽ ഇടയന്മാർക്ക് കൊടുക്കുന്നത് തേജസ്സിൻ്റെ വാടാത്ത കിരീടം. ഈ കിരീടങ്ങളെല്ലാം തന്നെ ദൈവം വിശുദ്ധന്മാർക്ക് ഒരുക്കിയിരിക്കുന്ന ഇൻസെൻറ്റീവ്സാണ്, പ്രോത്സാഹനങ്ങളാണ്. ഇപ്പോൾ ഇതിലേറ്റവും പ്രധാനമായിട്ട് ചിന്തിക്കേണ്ടത് ഇടയ ശുശ്രൂഷ എന്ന് പറയുന്നത് വളരെ ഗൗരവമേറിയതാണ്. ഒരുപാട് സഹനശക്തി, ഒരുപാട് താഴ്മ, വിനയം, ഭവ്യത, എല്ലാവരെയും മനസ്സിലാക്കുവാനിരിക്കുന്ന മനോഭാവം, വിശാല ഹൃദയം, അങ്ങനെ ഒരുപാട് ഗുണവിശേഷങ്ങളുണ്ട്. അതുമാത്രമല്ല എബ്രായലേഖനം 13:17 കടന്നു വരുമ്പോൾ അവർ കണക്ക് ബോധിപ്പിക്കേണ്ടവരാകുന്നു എന്ന് എബ്രായലേഖനത്തിൽ വായിക്കുകയാണ്. ഇടയന്മാർ ദൈവത്തിന് അവസാനം എന്ത് ചെയ്യണം? കണക്ക് കൊടുക്കേണ്ടവരാണ്. അപ്പോൾ കണക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ എത്രമാത്രം ഗൗരവമായിട്ട് ചെയ്യേണ്ടതാണ് ഇടയ ശുശ്രൂഷ എന്ന് കാണാൻ കഴിയുകയാണ്. നാം സങ്കീർത്തനങ്ങളിൽ കടന്നു ചെല്ലുമ്പോൾ 23, 22, 23, 24 സങ്കീർത്തനം കടന്നു വരുമ്പോൾ അവിടെ കാണാൻ കഴിയുന്ന ചില പ്രത്യേകതകളുണ്ട്. 22-ാം സങ്കീർത്തനം കടന്നു വരുമ്പോൾ അവിടെ കാണാൻ കഴിയും നല്ല ഇടയൻ തൻ്റെ ജീവനെ കൊടുക്കുന്നതായിട്ട് കാണുന്നു. തൻ്റെ ജീവനെ ആടുകൾക്ക് വേണ്ടി കൊടുക്കുകയാണ്. 23-ാം സങ്കീർത്തനത്തിൽ വലിയ ഇടയൻ തൻ്റെ ആടുകളെ സംരക്ഷിക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. 24-ാം സങ്കീർത്തനത്തിൽ കാണാൻ കഴിയുന്നത് ശ്രേഷ്ഠ ഇടയൻ വേഗം വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്.
അപ്പോൾ ഈ സങ്കീർത്തനങ്ങളെല്ലാം തന്നെ ഒരു ഇടയൻ്റെ മഹത്വത്തെപ്പറ്റി, പ്രാധാന്യത്തെപ്പറ്റി ഒക്കെ കാണുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്ന ഈ ശ്രേഷ്ഠ ഇടയനായ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു അവനൊരിക്കൽ കടന്നു വരും. നമ്മെ ചേർത്തുകൊണ്ട് ശാശ്വതമായ ഭവനത്തിലോട്ട് കൊണ്ടുപോകുന്ന സമയങ്ങൾ നമ്മുടെ മുമ്പിൽ അവശേഷിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ കർത്താവായ യേശു ക്രിസ്തു അവൻ ശ്രേഷ്ഠ ഇടയനാണ്. ഈ ശ്രേഷ്ഠ ഇടയൻ നമുക്ക് നിരവധി കടമകൾ, ഉത്തരവാദിത്വം ചെയ്യുവാനായിട്ട് സഭയെ ഏൽപ്പിച്ചിരിക്കുകയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും കൃപകളും കൃപാവരങ്ങളും ജ്വലിപ്പിച്ച് സഭയെ നമ്മൾ വളർത്തിക്കൊണ്ട് പോകേണ്ടത് എല്ലാവരുടെയും ചുമതലയാണ്. പ്രത്യേകിച്ച് ഇടയന്മാരെ ദൈവം ആക്കി വച്ചിരിക്കുകയും ചെയ്യുകയാണ്. 5-ാം ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ, അവണ്ണം ഇളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങുവീൻ, എല്ലാവരും തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചുകൊള്ളുവീൻ. ദൈവം നീളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു എന്ന് കാണുന്നു. അപ്പോൾ ഇളയവർ എന്ന് പറയുമ്പോൾ പ്രായത്തിലും ആത്മീയ പക്വതയാലും മൂപ്പന്മാർക്ക് കീഴടങ്ങിയിരിക്കേണ്ട ആവശ്യമാണ്. ഇളയവർ അത് പ്രായത്തിലായാലും ആത്മീയ പക്വതയിലായാലും സഭയിലെ മൂപ്പന്മാർക്ക് കീഴടങ്ങിയിരിക്കണം എന്ന് ഓർപ്പിക്കുകയാണ്. സാധാരണ സഭകളിൽ പ്രായമുള്ളവരായിരിക്കും മൂപ്പന്മാരെന്ന് പറയുന്നത്. അപ്പോൾ തന്നെ ചിന്തിക്കേണ്ട വിഷയം, ദൈവം ആണ് സഭയിൽ അധ്യക്ഷന്മാരെ അഥവാ മൂപ്പന്മാരെ നേതൃസ്ഥാനത്ത് ആക്കി വച്ചിരിക്കുന്നുള്ള ചിന്ത എല്ലാ വിശ്വാസികളും ഓർത്തിരിക്കേണ്ട വിഷയമാണ്. ദൈവമാണ് അവരെ ആക്കി വച്ചിരിക്കുന്നത്. ആ പ്രായത്തെയും അവരുടെ പക്വതയെയും അവരുടെ ആത്മീയ നിലവാരത്തെയും ഒക്കെ ബഹുമാനിക്കേണ്ടത് വളരെ ആവശ്യമായിരിക്കും. ആ വ്യക്തിയെ നോക്കിയല്ല, ദൈവം അവരെ ആക്കി വച്ചിരിക്കുന്നു. അവരുടെ അനുഭവ പാഠവും നേതൃപാഠവും ആത്മീയ പശ്ചാത്തലം, അവരുടെ സ്വഭാവം എല്ലാം കണ്ടുകൊണ്ട് നാം അവരെ ബഹുമാനിപ്പാൻ കടപ്പെട്ടവരായിരിക്കും. ഇവിടെ പത്രോസ് പറയുമ്പോൾ കീഴടങ്ങിയിരിക്കുക എന്നത് പത്രോസിൻ്റെ പ്രത്യേക പദപ്രയോഗമാണ്. പല സന്ദർഭങ്ങളിൽ പത്രോസ് പറയുന്നുണ്ട്, കീഴടങ്ങിയിരിപ്പീൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിക്കുകയുണ്ടായി, ഏകദേശം 4 പ്രാവശ്യം കീഴടങ്ങിയിരിപ്പീൻ എന്ന് പറയുന്നുണ്ട്. 2-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 17 വരെയുള്ള ഭാഗത്ത് നാം പഠിക്കുകയുണ്ടായി, അധികാരികൾക്ക് വിശ്വാസികൾ കീഴടങ്ങിയിരിപ്പീൻ. 2-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 25 വരെയുള്ള ഭാഗത്ത് കടന്നു വരുമ്പോൾ ദാസന്മാർ ആർക്ക് കീഴടങ്ങിയിരിക്കണം? യജമാനന്മാർക്ക് കീഴടങ്ങിയിരിക്കണം. 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 7 വരെ ഭാഗത്ത് കടന്നു വരുമ്പോൾ ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കണം. ഇവിടെ പത്രോസ് 5-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ പറയുന്നത് സഭ ആർക്ക് കീഴടങ്ങിയിരിക്കണം? മൂപ്പന്മാർക്ക് കീഴടങ്ങിയിരിക്കണം. അപ്പോൾ പത്രോസിൻ്റെ പ്രത്യേക ഒരു മാസ്റ്റർ പീസാണ്, ഒരു വാക്കാണ് കീഴടങ്ങിയിരിപ്പീൻ. അപ്പോൾ 4 ഭാഗങ്ങളിലായിട്ട് പത്രോസ് എടുത്തു പറയുകയാണ് കീഴടങ്ങിയിരിപ്പീൻ എന്ന് പറയുക. അവസാനമായിട്ട് പത്രോസ് സമർപ്പിക്കുന്നത് സഭാജനം മൊത്തമായിട്ട് ദൈവം ആക്കി വച്ചിരിക്കുന്ന സഭാമൂപ്പന്മാർക്ക് കീഴടങ്ങിയിരിപ്പീൻ എന്ന് പറയുകയാണ്. വിശ്വാസികൾ എന്തുകൊണ്ടാണ് കീഴടങ്ങിയിരിക്കണം എന്ന് ഓർപ്പിക്കുന്നത്? കാരണം അധ്യക്ഷന്മാരുടെ അറിവ്, അനുഭവം, വിശ്വാസ ജീവിതം, ആത്മീയത, അവരുടെ കഴിവുകൾ, അവരുടെ പാഠവും അവരെ ദൈവം തിരഞ്ഞെടുത്ത് വച്ചിരിക്കുന്നത്, ഇതെല്ലാം കണ്ടുകൊണ്ട് സഭ മൊത്തമായി അവർക്ക് കീഴടങ്ങിയിരിക്കണമെന്ന് ഓർപ്പിക്കുകയാണ്. ഇവിടെ സീനിയോറിറ്റിയോ പ്രായമോ അല്ല വിഷയം, മറിച്ച് നേതൃസ്ഥാനം, ആത്മീയത, വചനത്തിലായിരിക്കുന്ന പ്രബുദ്ധത, ആത്മീയ നിലവാരം, ഇതെല്ലാമാണ് നാം കണക്കാക്കേണ്ടിയിരിക്കുന്നത്. ക്വാണ്ടിറ്റി ഓഫ് ഇയേഴ്സ് അല്ല, മറിച്ച് ക്വാളിറ്റി ഓഫ് എക്സ്പീരിയൻസ്, അനുഭവ സമ്പത്തുകൾ, അവരുടെ ആത്മീയ നിലവാരം, ഇതിനെയൊക്കെ ബഹുമാനിപ്പാൻ കടപ്പെട്ടവരാണ്. പലപ്പോഴും നമുക്ക് ആത്മീയ ഗോളത്തിൽ സഭകളിൽ കണ്ടുവരുന്നത് ഒരു ജനറേഷൻ യുദ്ധം പല സഭകളിൽ നടക്കാറുണ്ട്. ജനറേഷൻ ഗ്യാപ്പുള്ള പോലെ തന്നെ ജനറേഷൻ യുദ്ധവും നടക്കാറുണ്ട്. അതായത് പലപ്പോഴും കണ്ടുവരുന്ന ഒരു വിഷയം എന്ന് പറയുന്നത്, പ്രായമുള്ളവർ മാറ്റങ്ങൾക്ക് ഒരിക്കലും തയ്യാറാവുന്നില്ല. ചെറുപ്പക്കാരെപ്പോഴും മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നു. ഇതൊരു വലിയ പ്രശ്നമാണ്, വലിയൊരു ക്രൂഷ്യൽ വിഷയമാണ്. എന്നാൽ അപ്പോൾ തന്നെ മാറ്റം വരുത്തുവാൻ ആഗ്രഹിക്കാത്തവർ, പ്രായമുള്ളവർ
അവരുടെ വീടുകളിലും അവരുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ മാറ്റങ്ങൾ വരുത്തുവാൻ അവർ താല്പര്യമുള്ളവരാണ്. പഴയ വീട് പൊളിച്ചിട്ട് പുതിയ വീട് വെക്കാൻ താല്പര്യമുണ്ട്, പഴയ കാർ വിട്ടിട്ട് പുതിയ കാർ എടുക്കാൻ ആഗ്രഹമുണ്ട്. അങ്ങനെ എല്ലാ തലങ്ങളിലും അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളിലെല്ലാം മാറ്റം വരുത്തുവാനായിട്ട് ആഗ്രഹമുണ്ട്. എന്നാൽ സഭയിൽ വരുമ്പോൾ മാറ്റങ്ങൾക്ക് തയ്യാറാവുന്നില്ല. ഇത് വലിയ ഒരു വിഷയമാണ്. നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ട വിഷയം, ഉപദേശങ്ങൾക്കും പ്രമാണങ്ങൾക്കും എത്ര ജനറേഷൻ മാറി മാറി വന്നാലും മാറ്റം ഉണ്ടാവുകയില്ല. ജനറേഷന് വന്നുകൊണ്ടേയിരിക്കും, പുതിയ തലമുറ വന്നുകൊണ്ടേയിരിക്കും. പക്ഷെ ഒരു കാര്യം ഓർത്തിരിക്കേണ്ടത്, നമ്മുടെ തിരുവഴുത്തിൻ്റെ ഉപദേശങ്ങൾക്കോ തിരുവചനത്തിൻ്റെ പ്രമാണങ്ങൾക്കോ ഒരിക്കലും മാറ്റം സംഭവിക്കുകയില്ല. പക്ഷേ പിന്നെ എവിടെയാണ് മാറ്റം വരേണ്ടിയിരിക്കുന്നത്? അത് ഉപദേശവും പ്രമാണങ്ങളും ചട്ടങ്ങളും ഒക്കെ പ്രായോഗികമാക്കുന്നതിലാണ് മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നത്. വേർപെട്ട സഭകളിൽ ഒരു കാലഘട്ടം വരെ, അടുത്ത കാലഘട്ടം വരെ ചില കാര്യങ്ങളിൽ അവർ ഭയങ്കര നിർബന്ധമുള്ളവരായിരുന്നു. പ്രത്യേകിച്ച് കർത്തൃമേശയുടെ ആചാരങ്ങളെപ്പറ്റി ഭയങ്കര നിർബന്ധമുള്ളവരായിരുന്നു. അതിനെ നമുക്ക് ആർക്കും ഒന്നും കൊണ്ടും തൊടാൻ പറ്റാത്ത സാഹചര്യങ്ങളായിരുന്നു. എന്നാൽ എന്താ സംഭവിച്ചത്? കോവിഡ് വന്നപ്പോഴേക്കും എന്ത് സംഭവിച്ചു? ആരുടെയും പഠിപ്പിക്കലില്ലാതെ, ആരുടെയും പ്രേരണയില്ലാതെ, സമ്മർദ്ദമൊന്നുമില്ലാതെ കോവിഡ് തന്നെ അന്തരീക്ഷം അങ്ങ് മാറ്റി. ഇപ്പം എല്ലാ സഭകളിലും എന്താണ്, അവരോട് കപ്പിനകത്താണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആരൊന്നും ചെയ്തതല്ല, കോവിഡ് വന്ന് അത് മാറ്റി. അപ്പോൾ ഒരു കാര്യം ഓർക്കണം, ആ കർത്തൃമേശയുടെ പ്രായോഗികതയിലാണ്, അതായത് അനുഷ്ഠാനത്തിലാണ് മാറ്റം സംഭവിച്ചിരിക്കുന്നത്. ഉപദേശത്തിൽ ഒരിക്കലും മാറ്റം വന്നിട്ടില്ല. എന്തെല്ലാം ഇങ്ങനെ മാറി മാറി വന്നാലും ആ പ്രമാണത്തിന്, ആചാരത്തിന്, ഉപദേശത്തിന് ഒരിക്കലും മാറ്റം സംഭവിക്കുന്നില്ല. എന്നാൽ ചില കാലഘട്ടങ്ങൾ മാറുമ്പോൾ ഇങ്ങനെയുള്ള ആയിരിക്കുന്ന സന്ദർഭങ്ങളിൽ മാറ്റങ്ങൾ സംഭവിക്കും. ഇതാണ് മാറ്റത്തിന് വിധേയമാക്കുക എന്ന് പറയുന്നത്. പത്രോസോട് 2 പരിഹാര മാർഗങ്ങൾ വയ്ക്കുകയാണ്. അതായത് സകല വിശ്വാസികളും പരസ്പരം കീഴടങ്ങിയിരിക്കേണ്ട ആവശ്യമാണ്. ഒരാൾ വേറൊരാൾക്ക് കീഴടങ്ങിയിരിക്കണം, അഥവാ പരസ്പരം ബഹുമാനിക്കണം എന്നാണ് ഓർപ്പിക്കുന്നത്. അപ്പോൾ തന്നെ സകല വിശ്വാസികളും ദൈവത്തിന് കീഴടങ്ങും. പരസ്പരം കീഴടങ്ങിയിരിക്കേണ്ടത് ആവശ്യമാണ്. എല്ലാവരും ഒന്നിച്ച് ദൈവത്തിനും കീഴടങ്ങിയിരിക്കണം എന്ന് ഓർപ്പിക്കുകയാണ്. ഇവിടെ കീഴടങ്ങിയിരിക്കുക എന്ന വിഷയം എങ്ങനെ പ്രായോഗികമാക്കാം എന്നത് ഒരു വെല്ലുവിളിയാണ്. ഒരാൾ വേറൊരാൾക്ക് കീഴടങ്ങിയിരിക്കുക എന്ന് പറയുന്നത് ഒരു വെല്ലുവിളി ആയിരിക്കുന്ന വിഷയമാണ്. പത്രോസ് ഇവിടെ റെക്കമെൻഡ് ചെയ്യുന്നത് എല്ലാവരും, പ്രായമുള്ളവരും പ്രായം കുറഞ്ഞവരും താഴ്മ ധരിച്ചുകൊള്ളുവീൻ എന്ന് പറയുകയാണ്. ഒരു വ്യക്തിയെ, അതേത് വ്യക്തിയായിരുന്നാലും ആ വ്യക്തിയെ നാം ബഹുമാനിപ്പാൻ കടപ്പെട്ടവരാണ്. സമ്പത്തുള്ളവർ കാണും, സമ്പത്തില്ലാത്തവർ കാണും, കളറുള്ളവർ, കളറില്ലാത്തവർ, നല്ല വിദ്യാഭ്യാസമുള്ളവർ, ഇല്ലാത്തവർ, എങ്ങനെയുള്ള വ്യക്തികളായാൽ പോലും സഭയിൽ ഒന്നിച്ച് ആരാധിക്കുമ്പോൾ മറ്റുള്ളവരെ ബഹുമാനിപ്പാൻ കടപ്പെട്ടവരാണ്. കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലും നാം ബഹുമാനിപ്പാൻ കടപ്പെട്ടവരാണ്. പ്രത്യേകിച്ച് നാം കുട്ടികളുമായിട്ട് ഇടപെടുമ്പോൾ വളരെയധികം സൂക്ഷ്മതയോടെ അവരോട് ഇടപെടേണ്ട ആവശ്യമാണ്. കാരണം, ഞാൻ പറയാനുള്ള കാരണം എന്ന് പറയുമ്പോൾ, പ്രായമുള്ളവരായ നമ്മുടെ ഓരോരുത്തരുടെയും വളർച്ച തീർന്നു നിൽക്കുക. നമ്മുടെ വളർച്ച തീർന്നു, എന്നാൽ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? വളർന്നുകൊണ്ടേയിരിക്കുക. അവരുടെ ഉള്ളിൽ എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ വളർന്നുകൊണ്ടിരിക്കുകയാണെന്ന് ഓർത്തോണം. നമ്മുടെ വളർച്ച തീർന്നിരിക്കുക. നാളത്തെ ഈ തലമുറയാണ് നാളെ ഈ വലിയ വലിയ പദവികളിൽ, വലിയ സ്ഥാനങ്ങളിൽ, വലിയ ഉദ്യോഗ തലങ്ങളിൽ എത്തിച്ചേരുന്നത്. അവരെത്തിച്ചേർന്ന് കഴിയുമ്പോൾ അന്ന് നാം ജീവനോടെ ഉണ്ടെങ്കിൽ നാം ലജ്ജിതരായിത്തീരും. അതുകൊണ്ട് സഭയിൽ, കുടുംബങ്ങളായാലും ദേശത്തായാലും കുഞ്ഞുങ്ങളോട് ബന്ധത്തിലായ ചിന്തിക്കുമ്പോൾ അവരെയും ബഹുമാനിപ്പാൻ കടപ്പെട്ടവരാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നാം എല്ലാവരും, കുഞ്ഞു കുട്ടികൾ മുതൽ പ്രായമുള്ളവർ വരെ സകലരെയും ബഹുമാനിപ്പാൻ കടപ്പെട്ടവരാണ്. എന്ന് പറയുമ്പോൾ അവരുടെ മുമ്പിൽ വണങ്ങുക എന്നല്ല അർത്ഥമായിരിക്കുന്നത്, അവരെ അർഹിക്കുന്ന ബഹുമാനം നാം കൊടുക്കുവാൻ കടപ്പെട്ടവരാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സഭാ അന്തരീക്ഷത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ
എല്ലാവരെയും നാം ബഹുമാനിപ്പാൻ കടപ്പെട്ടവരാണ്. എന്നിട്ട് പറയുകയാണ്, ഇവിടെ വയ്ക്കുമ്പോൾ ഒരു പ്രത്യേകമുണ്ട്, ധരിച്ചുകൊള്ളുവീൻ, താഴ്മ ധരിച്ചുകൊള്ളുവീൻ എന്ന് പദം പത്രോസ് ഉപയോഗിക്കുന്നുണ്ട്. ധരിക്കുക എന്ന് പറയുമ്പോൾ നാം എല്ലാവരും വസ്ത്രം ധരിക്കുന്ന പോലെ എന്നർത്ഥമായിരുന്നുള്ളത്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു അടിമ അവൻ ജോലി ചെയ്യുവാൻ ഇറങ്ങുമ്പോൾ അവൻ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിൻ്റെ മുകളിലായിട്ടൊരു ഏപ്രൻ, ഒരു വേറൊരു വസ്ത്രം കൂടി അണിയുന്നതിനെയാണ് ഇവിടെ ധരിക്കുക എന്ന് പറയും. ഓൾറെഡി അവൻ ഒരു വസ്ത്രം ധരിച്ചിട്ടുണ്ട്, എന്നാൽ അവൻ ജോലിക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ വേറെണ്ണം കൂടി അതിൻ്റെ മുകളിൽ ധരിക്കുക. ഡോക്ടർമാരും നേഴ്സുമാരും ഓൾറെഡി ഡ്രസ്സ് ധരിക്കുന്നുണ്ട്, പക്ഷെ അവർ ഡ്യൂട്ടിയിൽ ഇറങ്ങുമ്പോൾ അവരൊരു കോട്ടിടുന്നുണ്ട്. അപ്പോഴാണ് അവരാരാണെന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്. ചിലരുടെ വസ്ത്രം ആ വസ്ത്രത്തിന് കാക്കി വസ്ത്രം ഇട്ട് കഴിയുമ്പോൾ ചിലർ പോസ്റ്റ്മാനായിത്തീരുന്നു, ചിലർ പച്ച ഉടുപ്പിട്ട് കഴിയുമ്പോൾ അവർ വേറെ ജോലിക്കാരായിത്തീരുന്നു. ഇപ്പോഴൊക്കെ കണ്ടുവരുന്നത് തൊഴിലുറപ്പുകാർ പുരുഷന്മാരുടെ ഫുൾ കൈ ഷർട്ടൊക്കെ ഇട്ടുകൊണ്ട് വരുന്നുണ്ട്. ആ ഷർട്ടിട്ട് കഴിയുമ്പോൾ അവരാരായി മാറുന്നു? തൊഴിലുറപ്പുകാരായി മാറുന്നു. അപ്പോൾ ഒന്നിൻ്റെ മുകളിൽ വേറൊന്ന് ധരിക്കുമ്പോൾ ആ വ്യക്തി എങ്ങനെയുള്ളവരായിത്തീരുന്നു എന്ന് കാണുകയാണ്. പത്രോസ് ഇത് പറഞ്ഞിരിക്കുന്നത് അതേ പ്രയോഗമാണ്. നിങ്ങൾ ഓൾറെഡി കർത്താവിനെ ധരിച്ചിരിക്കുക. യേശുക്രിസ്തു നിങ്ങൾ ധരിച്ചു കഴിഞ്ഞു. ഇനിയും കർത്താവിനെ ധരിക്കേണ്ട ആവശ്യമില്ല. രക്ഷിക്കപ്പെട്ട സമയത്ത് നിങ്ങൾ കർത്താവിനെ ധരിച്ചു കഴിഞ്ഞു. പക്ഷേ ഇനിയും നിങ്ങൾക്ക് ആവശ്യമായിരിക്കുന്നത് എന്താണ്? താഴ്മ ധരിക്കുവിൻ. ധരിച്ചിരിക്കുന്നതിന് മുകളിൽ വേറെണ്ണം കൂടെ ധരിക്കുവാൻ ഉത്സാഹിപ്പിൻ എന്ന് ഓർപ്പിക്കുക. അപ്പോൾ ശുശ്രൂഷ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർ കർത്താവിനെ മാത്രം അല്ല, മറിച്ച് ജീവിതത്തിൽ പല പല സ്വഭാവങ്ങൾ കൂടി ധരിക്കുവാനായിട്ട് ഒരു വസ്ത്രം അണിയുന്ന പോലെ അണിയുവാൻ തയ്യാറായിരിപ്പിൻ എന്ന് ഓർപ്പിക്കുക. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൽ ഈ സ്വഭാവം പ്രകടമായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ കടന്നു വരുമ്പോൾ കർത്താവ് വസ്ത്രം ഊരി വെച്ചിട്ട് അരയിൽ തുവർത്ത് ചുറ്റി പാത്രത്തിൽ വെള്ളമെടുത്ത് കാൽ കഴുകി തുവർത്ത് കൊണ്ട് എന്ത് ചെയ്തു? ശിഷ്യന്മാരുടെ പാദങ്ങൾ തുടച്ചായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ കർത്താവ് ഈ ഒരു മാതൃക നമുക്ക് കാണിച്ചു തന്നു. എങ്ങനെയാണ് ശുശ്രൂഷിക്കേണ്ടത്, എങ്ങനെയാണ് താഴ്മ ധരിക്കേണ്ടതെന്ന് മാതൃക കർത്താവ് കാണിച്ചു തന്നു. അതേ നിലവാരത്തിൽ പത്രോസ് അനുഭവിച്ചവനാണ്, കർത്താവിൽ നിന്ന് അനുഭവിച്ചവൻ. അതുകൊണ്ട് പത്രോസും പറയാണ്, നിങ്ങൾ താഴ്മ ധരിപ്പിൻ എന്ന് പത്രോസ് ഓർപ്പിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഹൃദയത്തിലും മനസ്സിലും ഉണ്ടാകേണ്ട ഒരു മാറ്റങ്ങളുടെ മാതൃകയാണ് കർത്താവ് നമ്മളെ പഠിപ്പിച്ചത്. ഈ താഴ്മ ധരിപ്പി എന്ന് പറയുമ്പോൾ അടുത്ത വാക്യത്തിൽ കടന്നു വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്, ഈ ഭാഗത്ത് പത്രോസ് സദൃശവാക്യം 3:34 ഉദ്ധരിക്കുകയാണ്. പരിഹാസികളെ അവൻ പരിഹസിക്കുന്നു, എളിയവർക്കോ അവൻ കൃപ നൽകുന്നു എന്ന് പറയുന്നുണ്ട്. അത് പത്രോസ് കൊടുത്തിരിക്കുകയാണ്. ഇത് തന്നെ നമുക്ക് യാക്കോബിൻ്റെ ലേഖനത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. താഴ്മ ഉള്ളവർക്ക്, അവർ താഴ്മ ധരിച്ച് ശുശ്രൂഷിക്കുന്നവർക്ക് ദൈവം കൃപ നൽകുന്നു എന്ന് വായിക്കുന്നു. അതായത് ഒരു ദൈവഭൃത്യൻ, ഒരു ഇടയൻ താഴ്മ ധരിച്ചുകൊണ്ട് മറ്റുള്ളവരെ ശുശ്രൂഷിപ്പാനായിട്ട് തയ്യാറാകുന്നുവെങ്കിൽ ദൈവം അവർക്ക് അധികം കൃപ നൽകുകയാണ്. അപ്പോൾ ജീവിതത്തിൽ ഒരുപാട് നിർണായക ഘട്ടങ്ങൾ കടന്നു വരുമ്പോൾ, ഒരുപാട് ചലഞ്ചസ്, വെല്ലുവിളികൾ അവർ നേരിടുമ്പോൾ സ്വന്തം ജീവിതത്തിൽ താഴ്മയും വിനയവും ധരിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ ഓരോ ഘട്ടങ്ങളിലും ദൈവം അവർക്ക് അതിനെ അഭിമുഖീകരിക്കാൻ വേണ്ടിയിരിക്കുന്ന കൃപ നൽകി സഹായിക്കണം. പ്രിയമുള്ളവരെ, നമുക്കെല്ലാവർക്കും ഓരോരോ പ്രയാസങ്ങളുണ്ട്, വിഷമങ്ങളുണ്ട്, എന്തെല്ലാം വെല്ലുവിളികളാണ് നാം നേരിടുന്നത്. അതിൻ്റെ നടുവിലാണ് നമ്മുടെ ആത്മീയ ജീവിതത്തെ നാം കെട്ടിപ്പടുക്കുന്നത്. നമ്മളിപ്പോഴും ആത്മീയത കാത്തു സൂക്ഷിക്കുന്നതിൻ്റെ കാരണം ദൈവം നമ്മൾക്ക് ആ ഘട്ടങ്ങളിലൊക്കെ അവൻ്റെ കൃപ പകർന്നു തരുന്നു എന്നുള്ളതാണ്. നമ്മൾ തിരിച്ചറിയുന്നില്ല അത്, പക്ഷേ നമ്മളതിനെ അഭിമുഖീകരിക്കുകയാണ്. ധൈര്യത്തോടെ നമ്മൾ അതിനെ അഭിമുഖീകരിക്കുക ചെയ്യുന്നു. താഴ്മയുള്ളവർക്ക് അവൻ അധികം കൃപ നൽകുകയാണ്. ഇപ്പോൾ വിശ്വാസ സമൂഹം ചെയ്യേണ്ടത് പരസ്പരം താഴ്മ ധരിച്ച് എന്നേക്കാൾ മറ്റുള്ളവർ ശ്രേഷ്ഠൻ എന്നെണ്ണിയാൽ
ആ സഭ എത്രയോ അനുഗ്രഹിക്കപ്പെട്ട സഭയായിത്തീരും. വിശ്വാസമൂഹം നമ്മൾ ഓരോരുത്തരും നമ്മുടെ കൂട്ടു സഹോദരങ്ങൾ അവരെ കാണേണ്ടത് എന്നെക്കാട്ടിൽ ശ്രേഷ്ഠൻ. അതാരായിക്കൊള്ളട്ടെ, ഏത് വ്യക്തിയായിക്കൊള്ളട്ടെ, അവൻ എന്നെക്കാട്ടിൽ ശ്രേഷ്ഠൻ, അവൾ എന്നെക്കാട്ടിൽ ശ്രേഷ്ഠൻ. അവരെ ബഹുമാനിപ്പാൽ നാം കടപ്പെട്ടവരാണ്. ആറാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവസാനം ഇവിടെ പറയുകയാണ്, അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴ് താണിരിക്കും. ഇത് വളരെ പരിചയമുള്ളായിരിക്കേണ്ട വാക്യമാണ്. ഇതിൻ്റെ ഒരു പ്രാവശ്യം സഹോദരന്മാരൊക്കെ പ്രസംഗിച്ചിട്ടുണ്ട്. വളരെ എല്ലാവർക്കും പരിചയമുള്ള വാക്യമാണ്. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിക്കും. എന്തുകൊണ്ടാണ് അതുകൊണ്ടെന്ന് പറഞ്ഞത്? നിങ്ങൾ കർത്താവിൻ്റെ ശുശ്രൂഷകന്മാരായിരിക്കുന്നതുകൊണ്ട്, പ്രതിസന്ധികളും പ്രശ്നങ്ങളും ജീവിതത്തിൽ ഇങ്ങനെ കടന്നു വരുന്നത് കൊണ്ട്, വെല്ലുവിളികൾ ഇങ്ങനെ കടന്നു വരുന്നത് കൊണ്ട്, ജീവിതത്തിൽ ഒരുപാട് ദുഃഖവും ഭാരവും പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ട്. ഒരുപാട് നിർണായക ഘട്ടങ്ങൾ കടന്നു പോകുമ്പോൾ, ഉപദ്രവങ്ങളും കഷ്ടങ്ങളൊക്കെ കടന്നു വരുമ്പോൾ, അതുകൊണ്ട് ഓർത്തുകൊള്ളുക, അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിക്കും. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് കീഴടങ്ങിയിരിക്കുവാനുള്ള ഒരു മനോഭാവം ആവശ്യമാണ്. അത് അധ്യക്ഷന്മാർക്കും വിശ്വാസികൾക്കും ഉണ്ടാകേണ്ട ആദ്യത്തെ സ്വഭാവം എന്ന് പറയുന്നത് കീഴടങ്ങിയിരിക്കുക. അങ്ങനെ കീഴടങ്ങിയിരിക്കുവാൻ, സമർപ്പിക്കപ്പെടുവാൻ, താണിരിക്കുവാനായിട്ട് ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ, ഇവിടെ പത്രോസ് പറയുന്നത് തക്ക സമയമാകുമ്പോൾ അവൻ നിങ്ങളെ ഉയർത്തും. അപ്പോൾ എന്താണ് തക്ക സമയം എന്ന് പറയുന്നത്? ദൈവം ഒരു സമയം വെച്ചിട്ടുണ്ട്. ആ സമയമാകുമ്പോൾ അവൻ തൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തും എന്ന് കാണാൻ കഴിയുകയാണ്. അപ്പോൾ ലോകത്തിൽ ദൈവം അധികാരികളെയും യജമാനന്മാരെയും ഭർത്താക്കന്മാരെയും ഉപന്മാരെയും ഒക്കെ ആക്കി വച്ചിരിക്കുക. ഇത് ദൈവം നിയമിച്ചിരിക്കുക. ഈ നിയമസംഹിതയെ, ഈ ദൈവത്തിൻ്റെ ഭരണഘടനയെ നാം ബഹുമാനിക്കുവാൻ കടപ്പെട്ടവരാണ്. ആ ഭരണഘടനയെ ബഹുമാനിച്ച് അംഗീകരിച്ച് അനുസരിച്ച് പോയാൽ തക്ക സമയമാകുമ്പോൾ അവൻ നിങ്ങളെയും ഉയർത്തും എന്ന് കാണുകയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട വിഷയം എന്താണ്? സഭയിൽ ചില കാര്യങ്ങൾ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ആ അധികാരികൾക്ക്, മൂപ്പന്മാർക്ക് പരസ്പരം ബഹുമാനിച്ച് സ്നേഹിച്ച് കീഴടങ്ങി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ വിശ്വാസത്തോട് പത്രോസ് പറയാണ്, ദുഃഖിക്കേണ്ട ആവശ്യമില്ല, പ്രയാസപ്പെടേണ്ട ആവശ്യമില്ല, നിങ്ങളെ ദൈവം തക്ക സമയമാകുമ്പോൾ ഉയർത്തിയിരിക്കും എന്ന് ഓർപ്പിക്കുകയാണ്. ഒരു പശ്ചാത്തലം മനസ്സിലാക്കണം. വലിയ ഉപദ്രവവും കഷ്ടവുമാണ് വിശ്വാസത്തെ അഭിമുഖീകരിക്കുന്നത്. എങ്ങനെയായിത്തീരും എന്നുള്ള ചിന്ത അവരെ ഭരിക്കുന്നുണ്ട്. ഞങ്ങളുടെ ഭാവി എങ്ങനെയായിത്തീരും ചിന്തിക്കുന്നവരുണ്ട്. പക്ഷേ ദൈവം അവരോട് പറയുകയാണ്, തക്ക സമയം വരുന്നു, അപ്പോൾ നിങ്ങളെ ദൈവം ഉയർത്തും. അപ്പോൾ ദൈവം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആദ്യം ദൈവത്തിൻ്റെ വ്യവസ്ഥിതിയെ നാം അനുസരിക്കുവാൻ കടപ്പെട്ടവരാണ്. ദൈവം ഒരു വ്യവസ്ഥിതി, ഒരു ഭരണഘടന സഭയ്ക്ക് നൽകിപ്പെട്ടിരിക്കുകയാണ്. അത് നാം തീർച്ചയായിട്ടും അംഗീകരിക്കേണ്ടത്, അനുസരിക്കേണ്ടത് വളരെ ആവശ്യമായിരിക്കുന്നു. ദൈവത്തിൻ്റെ പ്രതീക്ഷയ്ക്കനുസരിച്ച് നാം മാറേണ്ടിയിരിക്കുന്നു. നാമാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത്. നമ്മുടെ ആത്മീയ നിലവാരങ്ങൾ ഉയർത്തേണ്ട ആവശ്യമാണ്. നമ്മുടെ മനോഭാവങ്ങളിൽ മാറ്റം വരുത്തേണ്ട ആവശ്യമാണ്. ചിന്താഗതികളിൽ മാറ്റം വരുത്തേണ്ട ആവശ്യമാണ്. പെരുമാറ്റ രീതികളിൽ മാറ്റം വരുത്തേണ്ട ആവശ്യമാണ്. സമീപനങ്ങളിൽ മാറ്റം വരുത്തേണ്ട ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ സമൂലമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തേണ്ടത് ആവശ്യമാണ്. പഴയ അനുഭവത്തിൽ കൂടി പോകാൻ പറ്റുകയില്ല. നാം പുതിയ സൃഷ്ടിയായി കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു സമൂലമായ മാറ്റങ്ങൾക്ക് നാം വിധേയരാകുമ്പോൾ ദൈവം നമ്മെ മാനിക്കും, ഉയർത്തും എന്നോട് പറയുകയാണ്. അപ്പോൾ നാം നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ തയ്യാറായാൽ ദൈവവും നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തും. അപ്പോൾ ആദ്യം മാറേണ്ടത് നമ്മുടെ ചിന്താഗതികൾ, നമ്മുടെ സ്വഭാവങ്ങളാണ് മാറേണ്ടത്. അങ്ങനെ മാറ്റുവാൻ തയ്യാറാകുന്നുവെങ്കിൽ ദൈവവും നമ്മെ ഉയർത്തും എന്നിവിടെ ഓർപ്പിക്കുകയാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആത്മീയ ധാർമ്മിക തത്വം വളരെ ശ്രദ്ധേയമാണ്. കർത്താവ് ഒരിക്കൽ പറയുണ്ടായി, തന്നെത്താൻ ഉയർത്തുന്നവൻ എല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവന് ഉയർത്തപ്പെടും. തന്നെത്താൻ ഉയർത്തുന്നവരെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവർ ഉയർത്തപ്പെടും. ഇത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഒരു ധാർമ്മിക നിലവാരമാണ്.
അപ്പോൾ ഇവിടെ കർത്താവ് ആഗ്രഹിക്കുന്നത്, പത്രോസ് പറയുന്നത് ഒന്ന് തന്നെയാണ്, താഴ്മയുള്ളവനെ ദൈവം ഉയർത്തുന്നു എന്ന് 147 സംഗീതത്തിൽ വായിക്കുന്നുണ്ട്. താഴ്മയുള്ളവനെ ദൈവം ഉയർത്തുന്നു. ഒരു വിധേയത്വം, ഒരു താഴ്ന്നിരിക്കുന്ന മനോഭാവം, അനുസരിക്കുന്ന മനോഭാവം ഇത് ആവശ്യമായിരിക്കുന്നുവെന്ന് പത്രോസ് ഓർപ്പിക്കുകയാണ്. ഇനി 7-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അടുത്തതായിട്ട് പറയുകയാണ്, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലോ അവൻ്റെ മേൽ ഇട്ടുകൊള്ളും. ഞാൻ എങ്ങനെയായിത്തീരും, ഏത് അവസ്ഥയിലായിത്തീരും, എൻ്റെ കുടുംബം, എൻ്റെ മക്കൾ, എൻ്റെ ഫ്യൂച്ചർ, എൻ്റെ പദ്ധതികൾ, എൻ്റെ ശുശ്രൂഷ, അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങളാണ് നമുക്കുള്ളത്. ഒരുപാട് ചിന്താഭാരം നമുക്കുണ്ട്. പിന്നെ പത്രോസ് അവരെ ധൈര്യപ്പെടുത്തുന്നത്, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളും. അപ്പോൾ കർത്താവ് നമ്മെക്കുറിച്ച് ചിന്തിക്കുന്നവനാണ്, നമ്മെപ്പറ്റി അറിയുന്നവനാണ്. നമ്മുടെ ദുഃഖങ്ങളും ഭാരങ്ങളും എല്ലാം കർത്താവ് അറിയുന്നുണ്ട്, അറിയാത്തവനല്ല. പക്ഷെ ഇവിടെ ഓർപ്പിക്കുന്നത് നിങ്ങൾക്കായി കരുതുന്നവനായിരിക്കുന്നതുകൊണ്ട് നമ്മുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുകയും പറയുകയാണ്. ഈ വാക്യം പത്രോസ് സങ്കീർത്തനം 55-ന്റെ 22-ാം വാക്യത്തിൽ ഉദ്ധരിക്കുകയാണ്. അവിടെ വായിക്കുന്ന പ്രകാരമാണ്, നിൻ്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. എത്ര മനോഹരമായിരിക്കുന്ന വാക്കാണത്. നമ്മുടെ ഭാരം ദൈവത്തിൽ ഇട്ടുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. പലയിടത്തായിട്ട് കാണുന്നുണ്ട് ഇങ്ങനെയുള്ള പദപ്രയോഗം വന്നത്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥം, അതായത് നിങ്ങളുടെ ഭാരം അവൻ്റെ മേൽ ഇട്ടുകൊള്ളുക, വിഷമങ്ങളെല്ലാം അവൻ്റെ മേൽ ഇട്ടുകൊള്ളുക എന്ന ഉപയോഗിച്ചിരിക്കുന്ന വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥം എന്ന് പറയുന്നത്, അവൻ്റെ മേൽ ഡിപ്പോസിറ്റ് ചെയ്യുക. ബാങ്കിലൊക്കെ കൊണ്ടുപോയി പണം നിക്ഷേപിക്കുന്ന പോലെ, ഡിപ്പോസിറ്റ് ചെയ്യുന്ന പോലെ നിങ്ങളുടെ ഭാരങ്ങൾ ദൈവത്തിൽ ഡിപ്പോസിറ്റ് ചെയ്യുക. അങ്ങനെ ഡിപ്പോസിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ വെൽഫെയറിന് വേണ്ടി, നമ്മുടെ ക്ഷേമത്തിന് വേണ്ടി എല്ലാം ദൈവം തക്ക സമയത്ത് ചെയ്തുകൊള്ളും. നമ്മുടെയൊക്കെ ആഗ്രഹം ദൈവം എൻ്റെ കാര്യങ്ങളെല്ലാം സാധിപ്പിച്ചു തരണം, പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടണം, ആഗ്രഹങ്ങളൊക്കെ നടക്കണം എന്നൊക്കെയാണ് നമ്മുടെ ആഗ്രഹം. നമ്മുടെ ക്ഷേമം നാം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ എത്ര ഡിപ്പോസിറ്റ് നമ്മൾ ഇട്ടിട്ടുണ്ട്? ഡിപ്പോസിറ്റ് ചെയ്യാതെ എങ്ങനെയാണ് നമ്മുടെ കാര്യം നടക്കുക? ആദ്യം പത്രോസ് പറയുന്നത്, നിങ്ങളുടെ ഭാരങ്ങൾ അവൻ്റെ മേൽ ഇട്ടുകൊള്ളുക, ഡിപ്പോസിറ്റ് ചെയ്യുക. ഇവിടെ ഇരിക്കുന്ന എത്ര പേര് ദൈവത്തിൽ നമ്മുടെ വിഷയങ്ങൾ ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്? സൂക്ഷ്മമായി ചിന്തിച്ചു കഴിഞ്ഞാൽ ഉണ്ടെന്ന് പറയുമോ ഇല്ലെന്ന് പറയുമോ? വളരെ കുറവാണ്. പക്ഷേ കർത്താവ് പറയുന്നത്, നിങ്ങളുടെ സകല അവസ്ഥയും എൻ്റെ മേൽ ഇട്ടുകൊള്ളുക, ഡിപ്പോസിറ്റ് ഇൻ മീ, എൻ്റെ മേൽ ഇട്ടുകൊള്ളുക, നിക്ഷേപിക്കുക. നിനക്കൊരു സമയം വരുന്നുണ്ട്, നിൻ്റെ വെൽഫെയറിന് വേണ്ടി, നിൻ്റെ ക്ഷേമത്തിന് വേണ്ടി അതാ സമയത്തെല്ലാം ഞാൻ ചെയ്തുകൊള്ളും എന്ന് പറയുക. വിദേശ രാജ്യങ്ങളിൽ ഈ ഇൻഷുറൻസ് ഉണ്ട്. ആ ഇൻഷുറൻസ് പറയുന്നത് അവരുടെ പ്രായം ചെന്ന് കഴിയുമ്പോൾ ഗവൺമെൻറ് മുഴുവൻ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക. അവരതിനെക്കുറിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല. എത്ര കാലം ആരോഗ്യത്തോടെ സ്വന്തം ഭവനത്തിൽ പാർത്ത് സ്വന്തം കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് പറ്റുമോ അതുവരെ അവരവരുടെ സ്വന്തം കാര്യങ്ങൾ നോക്കും. ക്ഷീണാവസ്ഥ വന്നു കഴിയുമ്പോൾ ഗവൺമെൻറ് അവരെ ഏറ്റെടുക്കുക. പക്ഷെ അതുവരെയും ഒരു ഘട്ടം വരെയും അവർ എന്ത് ചെയ്തുകൊണ്ടിരുന്നു? ഡിപ്പോസിറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. അത് കഴിയുമ്പോൾ ക്ഷീണിതരാകുമ്പോൾ ബാക്കി ഗവൺമെൻറ് ഏറ്റെടുക്കുക. നമുക്കൊക്കെ ഉണ്ട് ഇൻഷുറൻസൊക്കെ. പക്ഷെ തക്ക സമയമാകുമ്പോൾ പറയും, നിങ്ങൾക്ക് അതില്ല, നിങ്ങൾക്ക് ഇതില്ല എന്ന് പറയും. നമുക്ക് വേണ്ട രീതിയിൽ കിട്ടത്തില്ല. നമ്മുടെ വാഹനത്തിനൊക്കെ നമ്മൾ ഇൻഷുറൻസ് അടയ്ക്കാറുണ്ട്. പക്ഷേ വാഹനമായിട്ട് കേടുപാട് സംഭവിച്ചു കഴിഞ്ഞാൽ അതില്ല, ഇതില്ല എന്ന് പറയും. പണ്ട് നമുക്കൊക്കെ റേഷൻ കാർഡ് ഉണ്ടായിരുന്നു, നമുക്ക് എല്ലാം കിട്ടുമായിരുന്നു. മണ്ണെണ്ണ കിട്ടുമായിരുന്നു, പഞ്ചസാര കിട്ടുമായിരുന്നു, ഗോതമ്പ് കിട്ടുമായിരുന്നു. അതൊക്കെ ഒരു സമയം ഉണ്ടായിരുന്നു. ഇപ്പം ചെന്ന് നോക്കിക്ക്, നിങ്ങൾക്കൊന്നുമില്ല. 7 കട ചെന്നാലും പറയുന്നത് നിങ്ങൾക്ക് ഇല്ല. പക്ഷെങ്കിൽ കർത്താവ് പറയുന്നത്, എൻ്റെ മേൽ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ, എൻ്റെ മേൽ ഡിപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ക്ഷേമ സമയം, ഒരു പ്രയാസം വരുമ്പോൾ ഞാൻ നിന്നെ പുലർത്തും. എത്രയോ വാക്തത്വമാണ്, എത്ര നല്ലൊരു വാക്തത്വമാണ് കർത്താവ് പറയുക. അതുകൊണ്ട് നാം എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, നാം ക്ഷേമത്തോടിരിക്കുമ്പോൾ, ആരോഗ്യത്തോടിരിക്കുമ്പോൾ അത് ദൈവത്തിൽ ഡിപ്പോസിറ്റ് ചെയ്യേണ്ട ആവശ്യമാണ്. നാം ദൈവസ്ഥനെ കടന്നു വരേണ്ട ആവശ്യമാണ്, പ്രാർത്ഥിക്കേണ്ട ആവശ്യമാണ്, സഭയുടെ കൂട്ടായ്മയിൽ പങ്കെടുക്കേണ്ട ആവശ്യമാണ്,
പ്രാർത്ഥനകളിൽ പങ്കെടുക്കേണ്ട ആവശ്യമാണ്. സഭ അറേഞ്ച് ചെയ്യുന്ന എല്ലാ പ്രോഗ്രാമുകളിലും നാം കടന്നു വരേണ്ട ആവശ്യമാണ്. ആരോഗ്യം ഉള്ളിടത്തോളം കടന്നു വന്ന് ആരാധിക്കണം, മഹത്വപ്പെടുത്തണം, കൂട്ടായ്മകളിൽ സജീവമായി പങ്കെടുക്കണം. അതാണ് ഡിപ്പോസിറ്റ് എന്ന് പറയുന്നത്. നാം ഓരോ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ, സജീവമായി പങ്കെടുക്കുമ്പോൾ നാം ദൈവസന്നിധിയിൽ ഡിപ്പോസിറ്റ് ചെയ്യുക. എങ്കിൽ മാത്രമേ നമുക്ക് അത് അവൻ തക്ക സമയത്ത് നമ്മൾ ഉയർത്തുവാനായിട്ട് കഴിയുള്ളൂ. അത് ദൈവമക്കൾ ഓർത്തിരിക്കേണ്ടതായിരിക്കുന്ന ഒരു വിഷയമാണ്. അപ്പോൾ സകല മനുഷ്യർക്ക് ഉള്ള ഒരു അവസ്ഥയാണ് ചിന്താഭാരം എന്ന് പറയുന്നത്. നിങ്ങളുടെ സകല ചിന്തകളും എൻ്റെ മേലിട്ടുകൊള്ളുകയും. ആർക്കാണ് ചിന്താഭാരമില്ലാത്തത്? ആർക്കാണ് നിരാശയില്ലാത്തത്? ചിന്താകുല സകല മനുഷ്യർക്കുമുണ്ട്. ആങ്സൈറ്റി, വറി, ടെൻഷൻ, ഇതൊക്കെ എല്ലാ മനുഷ്യർക്കുമുണ്ട്. കർത്താവ് ഒരിക്കൽ പറയുണ്ടായി, എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തൊടുക്കും എന്നതിനെ ഓർത്ത് നിങ്ങൾ വിചാരപ്പെടണ്ട. ഇതല്ലാതെ നമുക്ക് വേറെ എന്താ ഉള്ളത്? ഇതിനുവേണ്ടിയല്ലേ മനുഷ്യൻ ഒരുപക്ഷെ ജീവിക്കുന്നത്? ഇതെല്ലാം എല്ലാ മനുഷ്യരുള്ളതാണ്. പത്രോസ് പറയുന്നത് അതിനാണ്, അതിനെപ്പറ്റി വിചാരപ്പെടരുത്. പൗലോസ് ഫിലിപ്പിയ വിശ്വാസികൾ പറയുന്നു, വിചാരപ്പെടരുത്, സന്തോഷിപ്പീൻ. ഇതെല്ലാം അപ്പോസ്തലന്മാരും കർത്താവ് പറയുകയാണ്. ഇപ്പോൾ ഇവിടെ പത്രോസ് പറയുന്നത് അവൻ്റെ മേൽ ഇട്ടുകൊള്ളുക, അവൻ്റെ മേൽ ഇട്ടുകൊള്ളുക. ദൈവം നമ്മുടെ വിചാരങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഏറ്റെടുക്കുവാൻ സന്നദ്ധനാണ്. കർത്താവ് ഒരുക്കമാണ്. ഇട്ടുകൊള്ളുവീൻ എന്ന് പറയുക. പക്ഷെ നമ്മുടെ കുഴപ്പം പറയുന്നത്, നമ്മളെല്ലാവരും ദിവസത്തിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ, അത് കുടുംബപ്രാർത്ഥന ആയാലും വ്യക്തിപരമായിരുന്നാലും പ്രാർത്ഥിക്കാൻ കടന്നു വരുമ്പോൾ നമ്മുടെ ഭാരങ്ങളെല്ലാം ദിവസം ഇറക്കി വയ്ക്കും. ദുഃഖങ്ങളും ഭാരങ്ങളും പ്രയാസങ്ങളും എല്ലാം നമ്മൾ ഇറക്കി വയ്ക്കുന്നുണ്ട്, ഇടുന്നുണ്ട്. പക്ഷേ എഴുന്നേറ്റ് കഴിയുമ്പോൾ അതിലും എടുത്തുകൊണ്ടങ്ങ് പോവുക അല്ലേ? അതല്ലേ ശരി? വീണ്ടും പഴയതെല്ലാം നാം ഇട്ടതെല്ലാം വീണ്ടും എടുത്തുകൊണ്ട് പോകുക. അപ്പോൾ എപ്പോഴാണ് ഒരു മനസ്സിന് സ്വസ്ഥത ഉണ്ടാകുന്നത്? ഒരിക്കലും സംഭവിക്കുന്നില്ല. ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്, ജോർജ് വെർബർ എന്ന് പറയുന്ന കർത്താവിൻ്റെ ദാസൻ, അദ്ദേഹമാണ് OM ഓപ്പറേഷൻ മോബിലേഷൻ ൻ്റെ സ്ഥാപകൻ. ഒരു ദിവസം നിരവധിയായ കത്തുകളാണ് അദ്ദേഹത്തിന് ലഭിക്കുന്നത്. ഒരുപാട് സുശേഷകന്മാരുടെ ദുഃഖങ്ങളൊക്കെ ആ കത്തിനകത്ത് എഴുതിയിരിക്കുന്നത്. ഞങ്ങൾക്കൊന്നുമില്ല, സഹായിക്കണം സഹായിക്കണം എന്ന് ഉള്ളതായിരിക്കുന്ന ആവശ്യങ്ങളാണ്. ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ കെട്ടുകണക്കിന് കത്ത് വന്നു. അതെല്ലാം വായിച്ചപ്പോൾ എല്ലാവരുടെ ദുഃഖവും ഭാരവും പ്രയാസവുമാണ് എഴുതിയിരിക്കുന്നത്. ആ മനുഷ്യൻ കത്തെല്ലാം കെട്ടി ദൈവസന്നിധിയിൽ ചെന്ന് മുട്ടുമടക്കി പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. കർത്താവേ, ഇതെൻ്റെ സഹപ്രവർത്തകരുടെ ദുഃഖങ്ങളാണ്, ഭാരങ്ങളാണ്, ആവശ്യങ്ങളാണ്. ഇതെല്ലാം കൊടുക്കുവാൻ എനിക്ക് പറ്റത്തില്ല. അതുകൊണ്ട് ഈ വിഷയം നീ ഏറ്റെടുത്ത് നടത്തിക്കോണം. എനിക്ക് ചിന്തിപ്പാൻ സമയമില്ല, കൊടുക്കുവാൻ പണവുമില്ല, എനിക്ക് ഉറങ്ങണം. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. അങ്ങനെ അത് ദൈവസന്നിധിയെ സമർപ്പിച്ച ഒരു മനുഷ്യനായിരുന്നു ജോർജ് വെർബർ എന്ന് പറയുന്നത്. നാം എല്ലാവരും പല പല വിഷയങ്ങളെ ഓർത്ത് ഇങ്ങനെ സങ്കടപ്പെടുന്നവരാണ്. ഒരുപാട് വറീസ് നമ്മുടെ ജീവിതത്തിലുണ്ട്. നാളത്തെ പറ്റിയുള്ള ആയിരിക്കുന്ന സ്വപ്നങ്ങൾ, അതിനെ ഓർത്ത് ഇങ്ങനെ പോയി കഴിയുമ്പോൾ അത് പിന്നെ വലിയ വലിയ ദുഃഖത്തോടാണ് പോകുന്നത്. നിങ്ങൾ എത്ര ഇവിടെ പ്രായമുള്ളവർ പഠിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞുകൂടാ. ഞാൻ സ്കൂളിൽ പഠിച്ച സമയത്ത് ഒരു ഇംഗ്ലീഷ് ഒരു പോയട്രി ഉണ്ടായിരുന്നു. അതിൻ്റെ പേരെന്ന് പറയുന്നത് മിൽക്ക് മെയ്ഡ് എന്നാണ്. ഞാനിവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, മിൽക്ക് മെയ്ഡ്. അതായത് ഒരു പെൺകുട്ടി അവിടെ വീട്ടിൽ പശുക്കളുണ്ടായിരുന്നു. ആ പശുക്കളെ അവിടെ പിതാവ് കറന്ന് പാല് അവൾ പാത്രത്തിനകത്ത് കൊടുത്തു വിടും. ആ തലയിൽ ഒന്നിലധികം കലങ്ങളുണ്ടായിരിക്കും. ഈ കലങ്ങൾക്കെല്ലാം പാലാണ്. ഓരോ വീടുകളിൽ കൊണ്ടുപോയി പാലിങ്ങനെ വിൽക്കണം. അതാണ് അവിടെ ജോലി. അതുകൊണ്ടാണ് അവളെ മിൽക്ക് മെയ്ഡ് എന്ന് പറയുന്നത്. ഒരു ദിവസം അവൾ പാലിങ്ങനെ തലയിൽ പല കലത്തിനകത്ത് ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ട് നടന്നുകൊണ്ട് പോകുമ്പോൾ അവളിങ്ങനെ ഭാവിയെ ഓർത്ത് സ്വപ്നം കാണുകയാണ്. ആ സ്വപ്നം എന്ന് പറയുന്നത്, ഞാൻ കല്യാണം കഴിക്കും, ഞാൻ സുഖമായി ജീവിക്കും, എനിക്കൊരു കുഞ്ഞ് ജനിക്കും, ആ കുഞ്ഞിനെ ഞാൻ വളർത്തും, പഠിപ്പിക്കും എന്നൊക്കെ ഇങ്ങനെ സ്വപ്നം കണ്ടു പോവുക. അങ്ങനെ ആ സ്വപ്നം കണ്ടു പോകുമ്പോൾ അവൾ കാണുന്നൊരു കാഴ്ച, വീടിനകത്ത് നിന്ന കൊച്ചു കുഞ്ഞ് വെളിയിലിറങ്ങി മൂലയ്ക്കൊരു കിണറുണ്ട്. അത് ഓടിച്ചാടി കളിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഈ കുഞ്ഞ് ഈ കിണറ്റിനകത്തോട്ട് ചാടുക.
ഇത് കാഴ്ച കണ്ടിട്ട് എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ നെഞ്ചത്തടിച്ചു. അപ്പോൾ തലയിരുന്ന കുടമെല്ലാം താഴെ വീണു, പാല് മുഴുവൻ പോയി. ഇവള് കല്യാണവും കഴിച്ചില്ല, കുഞ്ഞും ജനിച്ചില്ല. നടക്കുവാൻ പോകുന്നതിനെ ഓർത്ത് ഭയങ്കര ആൻസൈറ്റി. ഇങ്ങനെയല്ലേ പലപ്പോഴും നമ്മുടെ ജീവിതാനുഭവങ്ങൾ. നാളത്തെ ഓർത്ത് എങ്ങനെയായിത്തീരും, എന്തൊക്കെ ആയിത്തീരും, ഇതെല്ലാം ചിന്തകൾ നമുക്കെല്ലാവർക്കും ഉണ്ട്. എനിക്കുമുണ്ട്, നിങ്ങൾക്കുമുണ്ട്. ഈ ഭാരം നമുക്ക് എല്ലാവരും അലട്ടുന്നുണ്ട്. നാളെ എങ്ങനെയായിത്തീരും, നാളത്തെ അവസ്ഥ, ഇതിനെല്ലാം ഓർത്ത് ഭാരപ്പെടുന്നവരാണ്. എന്നാൽ ദൈവത്തിൻ്റെ വചനം ശക്തമായി നമ്മെ അറിയിക്കുന്നത്, നിൻ്റെ ഭാരം എൻ്റെ മേൽ വിട്ടുകൊടുക്കും. അത് നമുക്ക് ഇടുന്നുണ്ട്, ശരിയാണ്. പക്ഷേ നാം പലപ്പോഴും മോചിതരായിത്തീരുന്നില്ല. ഇത് പിന്നെയും നമ്മൾ അലട്ടിക്കൊണ്ടേ ഇരിക്കുക. നമുക്കതിൽ നിന്നും മോചനം നേടുവാൻ പറ്റുന്നില്ല. എന്നാൽ അങ്ങനെ ആയിരുന്നിട്ടും, ഒരുപാട് ടെൻഷൻ നമുക്കുണ്ടായിരുന്നിട്ടും ദൈവം നമ്മെ കൃപ തന്ന് അനുഗ്രഹിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമായ വിഷയമാണ്. ഇതിൻ്റെ നടുവിലും നാം വേണ്ട രീതിയിൽ കർത്താവിൻ്റെ സ്ഥലം ഇട്ടിട്ട് ഫ്രീ ആകുന്നില്ല, നമ്മുടെ മനസ്സ് ഹൃദയം സ്വസ്ഥമാകുന്നില്ല. എന്നിട്ടും കർത്താവ് തൻ്റെ കൃപ നമ്മുടെ പാർന്ന് ഓരോ പ്രതിസന്ധിയെയും അഭിമുഖീകരിക്കാൻ ധൈര്യം നമുക്ക് നൽകിത്തരുന്നു എന്നുള്ളത് എത്രയോ നല്ല വിഷയമാണ്. ഇവിടെ നൽകിയിരിക്കുന്ന വാഗ്ദത്തം എന്താണ്? അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താവലും അവൻ്റെ മേൽ ഇട്ടുകൊള്ളും. അവൻ കരുതുന്നതായ കർത്താവാണ്. അവൻ ചെറിയവരെയും വലിയവരെയും ഉയർത്തുന്നതായ കർത്താവാണ്. ഏത് വ്യക്തിയെയും, ദൈവത്തെ സ്നേഹിക്കുന്ന ഏത് വ്യക്തിയെയും അവൻ ഉയർത്തുവാൻ, മാനിക്കുവാൻ ശക്തനായ ദൈവമാണ്. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മൾ അലട്ടുന്ന ഭാരങ്ങൾ, പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ, അത് കുടുംബത്തിലെ ഏത് വിഷയമായിരുന്നാലും നമുക്ക് അവൻ്റെ പാതപ്പെടുത്തി ഇറക്കി വെക്കുവാനായിട്ട് നമുക്ക് കഴിയട്ടെ എന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. നമുക്ക് നൽകുന്ന ഒരു വാഗ്ദാനം എന്ന് പറയുന്നത് അപ്പോസ്തലനായ പൗലോസ് റോമാലേഖനം 32 വളരെ വ്യക്തമായിട്ടൊരു കാര്യം പറയുന്നുണ്ട്. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? എത്ര മനോഹരമായിരിക്കുന്ന വാഗ്ദത്തമാണ്. പിതാവാം ദൈവം തൻ്റെ സ്വന്തം പുത്രനെ ഏൽപ്പിച്ചു കൊടുത്തുവെങ്കിൽ അവനെ സ്നേഹിക്കുന്ന നമുക്ക് അവനോട് കൂടി ഇതെല്ലാം നൽകാതിരിക്കുമോ? നമ്മുടെ ആവശ്യങ്ങളെ നൽകാതിരിക്കത്തില്ല. തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹത്തെ മാനിക്കുന്ന കർത്താവ് നമുക്കുണ്ട്. കഴിഞ്ഞ കാലങ്ങളൊക്കെ നാം ദൈവത്തിൽ ആശ്രയിച്ചു, ദൈവത്തെ സ്നേഹിച്ചു, ദൈവത്തെ ആരാധിച്ചു. അതിൻ്റെ ഒക്കെ നന്മ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ബഹുദൂരം നമുക്ക് സഞ്ചരിപ്പാനായിട്ടുണ്ട്, ദീർഘയാത്ര ചെയ്യുവാനുണ്ട്. ആകയാൽ ആ ശക്തിയോടുകൂടി, ആ ഉറപ്പോടുകൂടി, ആ മനോഭാവത്തോടുകൂടി, അത് താഴ്മ ധരിച്ചുകൊണ്ട്, വിനയം ധരിച്ചുകൊണ്ട്, കർത്താവിൻ്റെ സ്ഥാനത്താണിരുന്നുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ധന്യമായി നമുക്ക് മുമ്പോട്ട് കഴിക്കാം. തക്ക സമയത്ത് അവൻ ഉയർത്തുവാൻ ശക്തനായ ദൈവമാണ്. ആ കർത്താവിനോട് കൂടി നമുക്ക് സകലവും നൽകുവാൻ വിശ്വസ്തനായ ദൈവമാണ്. ആ കർത്താവിനെ നമുക്ക് സ്നേഹിക്കാം, ആദരിക്കാം, മാനിക്കാം. അവൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.